ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ ആണ്. 12ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ 7ഓളം യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. നമ്മുടെ CA ഫൈനലിലെ തന്നെ അല്ലെങ്കിൽ ഇൻഡേഴ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റാൻഡേർഡുകളിൽ ഒന്നാണെന്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മനസ്സിലാവും? സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടും അത്രത്തോളം ക്ലാരിറ്റിയോടുകൂടിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഇന്റർ ലെവലിൽ കാണാൻ സാധ്യതയില്ല. നമ്മൾ ആകെപ്പാടെ പഠിച്ചിട്ടുണ്ടാവും ഇതിനെ ബേസ് ചെയ്തിട്ട് നേരത്തെ AS 11 നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഹെഡ്ജിന്റെ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്, ഫോർവേഡ് കോൺട്രാക്ട് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പിന്നെ പഠിച്ചേക്കെന്ന് പറഞ്ഞാൽ AS 13 നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിയിരിക്കുന്നതെല്ലാം കുറച്ച് ഗൈഡൻസ് നോട്ടാണ് നോക്കിയിരിക്കുന്നത്, അത് നമ്മൾ പഠിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇൻ എഫക്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു പുതിയ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലാവും? എൻറ്റയർലി പുതിയതായിട്ടൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ഓവർ ഫോം ആണ്. മനസ്സിലാവും? സോ സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സബ്സ്റ്റൻസ് ഓവർ ഫോമിന്റെ മീനിങ് എന്ന് പറയുന്നത്? എന്താണ് സബ്സ്റ്റൻസ് ഓവർ ഫോമിന്റെ മീനിങ് എന്ന് പറയുന്നത്? എന്താ സബ്സ്റ്റൻസ് ഓവർ ഫോമിന്റെ മീനിങ്? രണ്ട് ടേംസ് അല്ലേ, ഒന്ന് സബ്സ്റ്റൻസും രണ്ട് ഫോമും. ഏതിന് വേണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ? സബ്സ്റ്റൻസിന് വേണ്ടേ ഫോമിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ? അതായത് അതിന്റെ പേര് നോക്കിയിട്ടോ ലീഗൽ ടേംസ് നോക്കിയിട്ടോ അല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് അത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, ക്യാപിറ്റൽ ആണോ എന്നുള്ളത്. പകരം അതിന്റെ സബ്സ്റ്റൻസ് നോക്കിയിട്ടാണ്, അത് സബ്സ്റ്റൻസിൽ എന്താണ്, ആ സബ്സ്റ്റൻസ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇക്വിറ്റി ആണോ ഒക്കെ തീരുമാനിക്കാൻ. മനസ്സിലാവും? നമ്മൾ അസറ്റിന്റെ ഡെഫിനേഷൻ പഠിച്ചാണ് അല്ലേ? അസറ്റിന്റെ ഡെഫിനേഷൻ എന്താ പഠിച്ചേ? അസറ്റ് ആണെങ്കിൽ 4 കണ്ടീഷൻ. ഏതൊക്കെയാണ് 4 കണ്ടീഷൻ? റിസോഴ്സ് ആയിരിക്കണം, കൺട്രോൾ ഉണ്ടായിരിക്കണം, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആയിരിക്കണം, കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം, റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. ഇതാണ് അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റിയോ പാസ്റ്റ് ഇവന്റിൽ നമുക്ക് പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവും. ആ പ്രസന്റ് ഒബ്ലിഗേഷന്റെ ഔട്ട്ഫ്ലോ പ്രോബബിൾ ആണ്. എമൗണ്ട് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഔട്ട്ഫ്ലോ പ്രോബബിൾ ആണ്, എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലേ ലയബിലിറ്റി എന്ന് പറയുന്നത്? പാസ്റ്റ് ഇവന്റിൽ നിന്ന് പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടാകാം, ആ പാസ്റ്റ് ഇവന്റിൽ നിന്നുണ്ടായ പ്രസന്റ് ഒബ്ലിഗേഷന്റെ ഔട്ട്ഫ്ലോ പ്രോബബിൾ ആണ്, എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? പിന്നെ നമ്മൾ ഇക്വിറ്റി പഠിച്ചിട്ടുണ്ട്. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? റെസിഡുവൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് ദി കമ്പനിയാണ് അല്ലെ? ഈ റെസിഡുവൽ ഇൻട്രസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? റിമൈനിങ് അല്ലേ, ബാക്കിയുള്ളതെന്നല്ലേ. അതായത് എത്ര ഇൻട്രസ്റ്റ് ആണോ ബാക്കിയുള്ളത് അതല്ലേ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് മൊത്തം അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ, മൊത്തം ലയബിലിറ്റി സെറ്റ് ഓഫ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയുണ്ടോ അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അത് ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്ത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പോകേണ്ടത്. അസറ്റ് ആണെങ്കിൽ റിസോഴ്സ് ആയിരിക്കണം, കൺട്രോൾ ഉണ്ടായിരിക്കണം, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആയിരിക്കണം, കോസ്റ്റ് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. അതിന് വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നും ഇല്ലാണ്ട് വരാത്തതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ലയബിലിറ്റിയും ക്യാപിറ്റലും തമ്മിൽ, ലയബിലിറ്റിയും ഇക്വിറ്റിയും തമ്മിൽ നല്ലപോലെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ആണ് അല്ലെ? പക്ഷെ നമ്മളിപ്പം ചിലപ്പോൾ ഇത് ലയബിലിറ്റി ട്രീറ്റ് ചെയ്തിരിക്കാം. നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ആണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ അത് ലയബിലിറ്റി ട്രീറ്റ് ചെയ്യുന്നിരിക്കാം. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ലയബിലിറ്റി ആണ്, പക്ഷെ നമ്മൾ ഇത് ഇക്വിറ്റി ട്രീറ്റ് ചെയ്യുന്നിരിക്കാം. കാരണം ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നതിന്റെ കാരണം നമ്മൾ എന്താ നോക്കുന്നത്? സബ്സ്റ്റൻസ് ഓവർ ഫോം ആണ് നോക്കുന്നത്. സബ്സ്റ്റൻസിനാണ് ഏതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ്? ലീഗൽ ഫോമിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതായത് സബ്സ്റ്റൻസ് ചിലപ്പോൾ ലയബിലിറ്റി ആയിരിക്കാം, സബ്സ്റ്റൻസ് ചിലപ്പോൾ ഇക്വിറ്റി ആയിരിക്കാം, സബ്സ്റ്റൻസ് ചിലപ്പോൾ ഇക്വിറ്റി ആയിരിക്കാം, പക്ഷേ ലീഗലി ചിലപ്പോൾ ലയബിലിറ്റി ആയിരിക്കാം, ലീഗലി ചിലപ്പോൾ ഇക്വിറ്റി ആയിരിക്കാം. പക്ഷെ സബ്സ്റ്റൻസിലും അത് തന്നെയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സബ്സ്റ്റൻസിൽ അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് മാറ്റി ചെയ്യേണ്ടി വരും. മനസ്സിലാവും? സോ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കാനുള്ളത് വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റാൻഡേർഡ് ആണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്.
നമ്മൾ നല്ല ക്ലാരിറ്റിയോടുകൂടി പഠിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇത് മുന്നോട്ടാണെങ്കിലും മറ്റുള്ള ചാപ്റ്റേഴ്സിനെ പറ്റി മനസ്സിലാക്കാനാണെങ്കിലും നമുക്ക് ഇതിന്റെ നോളജ് വളരെ അത്യാവശ്യമാണ്. ക്ലിയർ ആണോ? മനസ്സിലാവും. സോ മൊത്തം 3 സ്റ്റാൻഡേർഡുകളാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുന്നത്. മൊത്തം 3 സ്റ്റാൻഡേർഡുകളാണ് എന്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുന്നത്. ആ 3 സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ IND AS 109, മനസ്സിലാവും. 2 IND AS 32, 3 IND AS 107. ഇങ്ങനെ 3 സ്റ്റാൻഡേർഡുകളാണ് എന്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ ഡീൽ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 32, 107, 109. മനസ്സിലാവും. 32 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രസന്റേഷൻ ആണ്. മനസ്സിലാവും. 107 എന്ന് പറയുന്നത് അറിയാം? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിസ്ക്ലോഷർ ആണ്. 109 എന്ന് പറയുന്നത് അറിയാം? റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ് ആണ്. മനസ്സിലാവും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് 109 ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മനസ്സിലാവും. സോ IND AS 109 എന്ന് പറയുന്നതാണ് എന്ത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനുശേഷം എന്താണ് IND AS 32. ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ച് IND AS 107. കാരണം അതിൽ മെയിൻ ആയിട്ട് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ആണ് കവർ ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള എന്താണ്? ഒന്ന് റെക്കഗ്നിഷൻ, മെയിനായിട്ട് ഡെഫിനിഷൻ പഠിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ, മെഷർമെന്റ് ക്രൈറ്റീരിയ പഠിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? പ്രസന്റേഷൻ ക്രൈറ്റീരിയ പഠിക്കണം. ഇതാണ് എന്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഡെഫിനിഷനെ പറ്റി പറയുന്നത്, അതായത് എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്താണ് പറയുന്നതിനൊപ്പം തന്നെ അവർ എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നും എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്നും എന്താണ് ഇക്വിറ്റി എന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇക്വിറ്റി എന്താണെന്ന് ഓൾറെഡി പഠിച്ചതാണ്. നമുക്ക് അസറ്റ് എന്താണെന്ന് അറിയാം, പക്ഷെ ഫിനാൻഷ്യൽ അസറ്റ് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ലയബിലിറ്റി എന്താണെന്ന് അറിയാം, പക്ഷെ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്താണെന്ന് അറിയത്തില്ല. അതിന്റെ ഡെഫിനിഷൻ, അതായത് ഇതിന്റെ 3 സമ്മറി ആയിട്ട് വരുന്ന സമയങ്ങളിലായിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സമ്മറി ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വരിക. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഡെഫിനിഷൻ, എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്, എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി, എന്താണ് ഇക്വിറ്റി എന്നൊക്കെ പറയുന്നതാണ് എന്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റിനകത്ത് കവർ ചെയ്യുന്ന 109 കവർ ചെയ്യുന്ന ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എങ്ങനെയാണ് നമുക്ക് ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റിയും ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഓഫ്സെറ്റിംഗ് എന്താ നമുക്ക് അറിയത്തില്ല, നമുക്ക് പഠിക്കേണ്ടി വരും. മനസ്സിലാവും. സോ ഈ കാര്യങ്ങളായിരിക്കും, ഇത്രയും കാര്യങ്ങളായിരിക്കും ഇവിടെ അറിയാം. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്റ്റാൻഡേർഡ്. ഇതിന് വേണം നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ. മനസ്സിലായോ? ക്ലിയർ ആണോ? ശരിയോ? അടുത്ത ഏതാണ്? IND AS 32 ആണ്. IND AS 32 നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് പ്രസന്റേഷൻ ആണ്. ഈ പ്രസന്റേഷനകത്ത് തന്നെ നമുക്ക് റെക്കഗ്നിഷനും ഡീ റെക്കഗ്നിഷനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അസറ്റോ ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റിയോ ഒരു ഇക്വിറ്റിയോ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. മനസ്സിലാവും. ഇനി അടുത്ത ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റിന്റെയും ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെയും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മീനിങ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ പാർട്ടിനകത്ത് പഠിക്കുന്നത് എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്, എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി, എന്താണ് ഇക്വിറ്റി എന്ന് പഠിക്കും. എന്നിട്ട് ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പഠിക്കും. അക്കൗണ്ടിങ്ങിനകത്ത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പഠിക്കും. 2 or 3 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വരും. അപ്പോൾ ആ ട്രീറ്റ്മെന്റിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് എന്ന് പഠിക്കുന്നതാണ് ഈ സ്റ്റാൻഡേർഡിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എന്ത് ചെയ്യുക. വൺസ് നമ്മൾ ഡെഫിനിഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ആണ്. മനസ്സിലാവും. അതിനുശേഷം എന്ത് ചെയ്യണം, ഏത് വാല്യൂവിൽ ഇത് മെഷർ ചെയ്യണം. അതായത് ഇത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇതാണ്. ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ആണ്. ഇത് ഡെഫിനിഷൻ മീറ്റ് ചെയ്യണം. സെക്കൻഡ് എന്താണ്, ക്ലാസിഫൈ ചെയ്യണം. തേർഡ് എന്താണ്, റെക്കഗ്നൈസ് ചെയ്യണം. ഫോർത്ത് എന്താണ്, മെഷർ ചെയ്യണം. ലാസ്റ്റ് എന്ത് ചെയ്യണം, ഡീ റെക്കഗ്നൈസ് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ പോകുന്നത്. മനസ്സിലാവും. സോ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഇത് ക്ലാസിഫിക്കേഷൻ നടത്തും. ആ ക്ലാസിഫിക്കേഷൻ നടത്തിയ ശേഷം അത് റെക്കഗ്നൈസ് ചെയ്യും. അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേർണൽ എൻട്രി എഴുതണം. ജേർണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷർ, ആ എമൗണ്ട് കോളം വേണം.
അല്ലെ, മെഷർ ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് ഇതിന് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിത് ഡീ റെക്കഗ്നൈസ് ചെയ്യും. ഏത് ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റി എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം മെഷർ ചെയ്യേണ്ടത്. മനസ്സിലാവും? ദെൻ അതോടൊപ്പം തന്നെ എന്തുണ്ട്, ഹെഡ്ജ് അക്കൗണ്ടിങ് എന്നൊരു ടോപ്പിക് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഹെഡ്ജ് അക്കൗണ്ടിങ് എന്നൊരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. മനസ്സിലാവും? ക്ലിയർ ആണോ? ദെൻ ഇൻഡേസ് 107 ഏതാ? ഇൻഡേസ് 107 ഏതാണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഡിസ്ക്ലോഷേഴ്സ് അല്ലേ? ഇൻഡേസ് 107 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അല്ലേ? ശരിയാണോ? ഇതാലോ. സോ 3 സ്റ്റാൻഡേർഡുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ 3 സ്റ്റാൻഡേർഡുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞ ഇൻഡേസ് 109, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്, റെക്കഗ്നിഷനും മെഷർമെന്റും. ഈ സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ ഡെഫിനിഷനുകൾ പഠിക്കും. ഫിനാൻഷ്യൽ അസറ്റ് എന്താണെന്ന് പഠിക്കും. നമുക്ക് അസറ്റ് എന്താണെന്ന് അറിയാം. നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ് എന്താണെന്ന് പഠിക്കും. ലയബിലിറ്റി എന്താണെന്ന് പഠിക്കും. ദെൻ ഇക്വിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതന്നെയാണ്, അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ദെൻ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഈ ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റി നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ്, അത് എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കും. 32 വരുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് പ്രസന്റേഷനകത്ത് എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എന്താണ് ഹെഡ്ജ് അക്കൗണ്ടിങ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്. സോ ഫിനാൻഷ്യൽ അസറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ചില കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പ്രസന്റേഷൻ എന്ന ടോപ്പിക്കിനകത്ത് പഠിക്കാൻ പോവുക. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പ്രസന്റേഷൻ എന്ന ടോപ്പിക്കിനകത്ത് ഇങ്ങനെ ചില കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കാൻ പോവുക. ലാസ്റ്റ് ഇൻഡേസ് 107 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡിസ്ക്ലോഷർ, ഇതായിരിക്കും എന്ത് ചെയ്യുക, ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റാൻഡേർഡ്, ഇതായിരിക്കും എന്ത് ചെയ്യുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇത് എന്താണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് 3 സ്റ്റാൻഡേർഡുള്ള പേരാണ് 32, 107, 109. ഇതിൽ 109 എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ്. 107 എന്താണ്, ഡിസ്ക്ലോഷർ. 32 എന്താണ്, പ്രസന്റേഷൻ. 32, 107, 109. 32, 107, 109. 32 എന്താണ്, പ്രസന്റേഷൻ ആണ്. 107 എന്താണ്, ഡിസ്ക്ലോഷർ. നടുക്കുള്ള എന്താണ്, ഡിസ്ക്ലോഷർ ആണ്. 109 എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ്. മനസ്സിലാവും? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത നോക്കാം. അടുത്ത് വൈ ഇൻഡേസ് ഓൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, അതായത് എന്തിനാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് ഒരു ഇൻഡേസ് വേണ്ടത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇൻഡേസ് 32, 107, 109. നമ്മൾ ശരിക്കും പറഞ്ഞു തരുന്നതാണ് 30, 31, 32 എന്നുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന എസിനകത്ത്. നമ്മൾ ശരിക്കും പഠിക്കാൻ, അത് നമുക്ക് മാൻഡേറ്ററി അല്ലായിരുന്നു, നമുക്കത് പഠിക്കാനില്ലായിരുന്നു. മനസ്സിലാവും? അതിനകത്ത് എന്താണ് മോർ ഓർ ലെസ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. 30, 31, 32 എന്നുള്ള സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും നമുക്ക് മാൻഡേറ്ററി അല്ലായിരുന്നു. പിന്നെ അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എന്തിനാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കണം. നിങ്ങൾ ഡെറ്റേഴ്സിനുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡിന്റെ പേര് പറഞ്ഞേ. ഓട്ടെ, ക്യാഷുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡിന്റെ പേര് പറഞ്ഞേ. ക്യാഷ് ഇക്വലന്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്, പക്ഷെ അത് ഡിസ്ക്ലോഷർ ബേസ്ഡ് സ്റ്റാൻഡേർഡാ. അല്ലാതെ ബാലൻസ് ഷീറ്റിനകത്ത് റെക്കഗ്നൈസ് ചെയ്യുന്ന ക്യാഷിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞേ. ലോൺസ് ആൻഡ് അഡ്വാൻസ് ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞേ. ഡിവഞ്ചേഴ്സ്, ലോൺ സ്റ്റേക്കൻസ്, ട്രേഡ് പേബിൾ, ഷെയർ ക്യാപിറ്റൽ, ഡെറിവേറ്റീവ്സ്, ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞേ. ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡും ക്ലിയർ കട്ടായിട്ട് ഇതിനെ ഒന്നിനെയും ഡീൽ ചെയ്യുന്നില്ലല്ലോ. ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡും ക്ലിയർ കട്ടായിട്ട് ഇതിനൊന്നും ഡീൽ ചെയ്യുന്നില്ലല്ലോ. അതുതന്നെയാണ് എന്ത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്നൊരു സ്റ്റാൻഡേർഡിന് ആവശ്യമായിട്ട് വരുന്നത്. കാരണം നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എന്ത് കാണാം,
ഈ ബാലൻസ് ഷീറ്റ് അസറ്റിൽ എന്ത് കാണാം? ഈ ഡെറ്റേഴ്സ് കാണാം, ക്യാഷ് കാണാം, ലോൺസ് ആൻഡ് അഡ്വാൻസസ് കാണാം, ലയബിലിറ്റീസിൽ ഡിബഞ്ചേഴ്സ് കാണാം, ലോൺസ് ടേക്കിംഗ് കാണാം, ട്രേഡ് പേബിൾ കാണാം, ഇക്വിറ്റിക്ക് അത് ഷെയർ ക്യാപിറ്റൽ കാണാം. ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഇത് ഈ ഓവർ ദ സെയിം ഇൻഡസ്ട്രി, ഓവർ ദ സെയിം റീജിയൻ, അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും മൾട്ടിപ്പിൾ കൺട്രീസിൽ ഇതെല്ലാം എല്ലാ രീതിയിലും സെയിം ആയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കമ്പാരിസൺ പോസിബിൾ അല്ലല്ലോ. കമ്പാരിസൺ പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കമ്പാരിസൺ പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ പോസിബിൾ അല്ലല്ലോ. മാത്രമല്ല ഇതിനൊക്കെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ ഡെറ്റേഴ്സ്, ക്യാഷ്, ലോൺസ് ആൻഡ് അഡ്വാൻസ് പോലത്തെ അസറ്റ്, ഷെയർ ക്യാപിറ്റൽ, ട്രേഡ് പേബിൾ, ലോൺസ് ടേക്കണ് പോലത്തെ ലൈബിലിറ്റികൾ, ഡെറിവേറ്റീവ്സ് പോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്ത് പോകുന്നില്ലെങ്കിൽ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്ത് പോകുന്നില്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. മനസ്സിലാവും. ഇതാണ് ഒരു പുതിയ സ്റ്റാൻഡേർഡ് വേണം എന്നതിൻ്റെ ആവശ്യമായിട്ട് മാറിയത്. ഇതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ സ്റ്റാൻഡേർഡുകൾ ഇല്ലാത്തെല്ലാം ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ഈ സ്റ്റാൻഡേർഡുകൾ ഇല്ലാത്തെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവർ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു കോമൺ റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡെറ്റേഴ്സ്, ക്യാഷ്, ലോൺസ് ആൻഡ് അഡ്വാൻസ്, ഡിബഞ്ചേഴ്സ്, ലോൺസ് ടേക്കണ്, ട്രേഡ് പേബിൾ, ഷെയർ ക്യാപിറ്റൽ, ഇതെല്ലാം ഒരു കോമൺ ഫീച്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം ഒരാളുടെ ബുക്കിൽ അസറ്റ് ആയിരിക്കും തന്നെ മറ്റൊരാളുടെ ബുക്കിൽ എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. ഏതൊരു അസറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഏതെങ്കിലും ഒരു അസറ്റ് ഒരാളുടെ ബുക്കിൽ ലയബിലിറ്റി ആണെങ്കിൽ മറ്റൊരാളുടെ ബുക്കിൽ എന്തായിരിക്കണം? അസറ്റ് ആയിരിക്കണം. അത് ഏത് അസറ്റിന് ലയബിലിറ്റിക്ക് ആപ്പിളികളാണ്. പക്ഷേ ഇവിടെ ഇതൊരു ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിൽ അത് വേറൊരാളുടെ ബുക്കിൽ എന്തായിരിക്കും? ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റിയും ഒരേപോലെ വരികയാണെങ്കിൽ അങ്ങനത്തെ വരുന്ന സംഭവങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അതായത് എൻ്റെ ബുക്കിൽ നിങ്ങൾ ഡെറ്റർ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ബുക്കിൽ ക്രെഡിറ്റർ ആയിരിക്കും, അല്ലേ? ഞാൻ നിങ്ങൾക്ക് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ എൻ്റെ അസറ്റ് ആയിരിക്കും, ഞാൻ നിങ്ങൾക്ക് എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. ഡിബഞ്ചേഴ്സ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡിബഞ്ചേഴ്സ് എൻ്റെ ലയബിലിറ്റി ആയിരിക്കും, അല്ലേ? ഡിബഞ്ചേഴ്സ് എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അസറ്റ് ആയിരിക്കും. നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. എന്നെ സംബന്ധിച്ച് എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും. ട്രേഡ് പേബിൾ എനിക്ക് നിങ്ങളുണ്ടെങ്കിൽ എന്തായിരിക്കും? എന്നെ സംബന്ധിച്ച് ലയബിലിറ്റി ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും. ഞാൻ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കും? അത് അസറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എല്ലാത്തിനും പ്രത്യേകത ഒരു ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയത്തില്ല, എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നോ എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് അറിയത്തില്ല. പക്ഷെ ഒരു അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു അസറ്റും ലയബിലിറ്റിയും ചില പ്രത്യേക കണ്ടീഷനോട് സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന്. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രിവ്യൂവിനകത്ത് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രിവ്യൂവിനകത്ത് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡർഡൈസ്ഡ് അക്കൗണ്ടിങ് പ്രൊസീജിയർ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് അക്കൗണ്ടിങ് പ്രൊസീജിയർ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? മനസ്സിലാവും? ഓക്കെ ആണോ? എഴുതിയെടുക്കാലോ? എഴുതിയെടുക്കാം, വേഗം എഴുതിയെടുക്കാം. എഴുതോ? എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന സ്റ്റാൻഡേർഡിന്റെ പ്രസക്തി മനസ്സിലാവല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ എന്തില്ല, കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയതായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്നൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്നൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നേക്കുന്നത്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നോക്കാലോ, അല്ലേ? വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്? എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കിക്കൂടെ? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് മീൻസ് ബേസിക്കലി ഒരു കോൺട്രാക്ട് ആണ്, അല്ലെ? ഈ കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്താണ്? കോൺട്രാക്ട് മീൻസ് ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതൊരു കോൺട്രാക്ട് ആയിരിക്കണം. അത് തർക്കം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു കോൺട്രാക്ട് ആയിരിക്കണം.
മനസ്സിലാവും. സോ ഈ കോൺട്രാക്ടിന്റെ മീനിങ് എന്താണ്? എ കോൺട്രാക്ട് മീൻസ് എ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് നമുക്ക് ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്ട് ആണെങ്കിൽ, ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കോൺട്രാക്ട് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ മെഷീനറി ഉണ്ട്, അത് നമ്മുടെ അസറ്റ് ആണ്, മനസ്സിലാവും. പക്ഷെ ഒരിക്കലും എന്തായിരിക്കില്ല, ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കത്തില്ല. അത് എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, that gives rise to financial asset of one entity and financial liability or equity of another entity. Example, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ABC ലിമിറ്റഡ് ആണ്, നിങ്ങൾ ആരാന്നറിയോ, നിങ്ങൾ XYZ ലിമിറ്റഡ് ആണ്, നിങ്ങളാരാണ്, XYZ ലിമിറ്റഡ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ ഞാൻ മേടിച്ചു, നിങ്ങളുടെ 100 രൂപയുടെ ഒരു ഷെയർ ഞാൻ മേടിച്ചു. അപ്പോൾ എൻ്റെ ബുക്കിലെ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും, 100 രൂപ വരത്തില്ലേ? അല്ലേ? ഇതേ സമയം നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന 100 വരത്തില്ലേ? ഇല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇതിനകത്ത് ഇവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടല്ലോ. കോൺട്രാക്ട് എന്ന് പറയുന്നതാണ് ഇതാ, ഇവിടെ ഒരു ഷെയർ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ഇല്ലേ, അല്ലേ? ആ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്താണ്, ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നാണ്, അല്ലെ? ദാറ്റ് ഗീവ്സ് റൈസ് ടു, അതായത് ഈ ഷെയർ കോൺട്രാക്ട് എന്ത് ചെയ്തു, ദാറ്റ് ഗീവ് റൈസ് ടു ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് വൺ എൻറ്റിറ്റി. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഷെയർസ് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഈ ഫിനാൻഷ്യൽ അസറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ അസറ്റ് ആണ്, അത്രയെങ്കിലും മനസ്സിലാക്കാം. ആൻഡ് ഇക്വിറ്റി, ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് വൺ എൻറ്റിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ലൈബിലിറ്റി ഓർ ഇക്വിറ്റി, മനസ്സിലാവും. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇക്വിറ്റി ആയിട്ട് മാറിയില്ലേ, ഇല്ലേ? ഇതേപോലെ വേറെ എക്സാമ്പിൾ എടുത്തേ, ഡിബഞ്ചേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ, പെർസെൻറ്റേജ് ഡിബഞ്ചേഴ്സ് 100 നിങ്ങൾ ഇഷ്യൂ ചെയ്തു, ഞാൻ അല്ലെങ്കിൽ ABC ഇഷ്യൂ ചെയ്യാം. പെർസെൻറ്റേജ് ഡിബഞ്ചേഴ്സ് 150 രൂപ ഇഷ്യൂ ചെയ്തു. ഇതാരും മേടിച്ചെന്നറിയോ, XYZ മേടിച്ചു. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ് വന്നിട്ട് 150 രൂപ. അങ്ങനെയെങ്കിൽ ഇതെന്താണ്, ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് വൺ എൻറ്റിറ്റി. അങ്ങനെ എന്താണ്, ഈ പെർസെൻറ്റേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് വൺ എൻറ്റിറ്റി അല്ലേ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ലൈബിലിറ്റി ഓഫ് അനദർ എൻറ്റിറ്റി അല്ലേ. അതൊരു കോൺട്രാക്ട് അല്ലേ. അതൊരു കോൺട്രാക്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറും, അതെന്തായിട്ട് മാറും, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറത്തില്ലേ, മനസ്സിലാവും. അപ്പോൾ 2 എൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ അസറ്റ്, നിങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കണം, ഐദർ ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം, ഇക്വിറ്റി ആയിരിക്കണം. തിരിച്ചാണെങ്കിലോ, ഞാനും നിങ്ങളുമാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്തായിരിക്കണം, ഒന്നുകിൽ അത് ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം, ഇക്വിറ്റി ആയിരിക്കണം. അപ്പോഴെന്താണ്, ഇക്വിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാവുന്ന ഇക്വിറ്റി തന്നെയാണ് ഇവിടുത്തെ ഇക്വിറ്റി. എന്താണ്, ഇറ്റ് ഈസ് ദ റെസിഡ്യുവൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. നമ്മൾ പഠിച്ചതാണ്, ഇറ്റ് ഈസ് ദ റെസിഡ്യുവൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. അത് തർക്കമൊന്നുമില്ല, മാറ്റമില്ല. ഫിനാൻഷ്യൽ ലൈബിലിറ്റിയും ഫിനാൻഷ്യൽ അസറ്റും ഒന്നും അറിയത്തില്ല, പക്ഷെ അസറ്റ് ലൈബിലിറ്റി അറിയാം അല്ലേ. അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഈസ് പ്രോബബിൾ ആൻഡ് കോസ്റ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിളി അല്ലേ. ഫിനാൻഷ്യൽ ലൈബിലിറ്റി എന്ന് പറയുന്നതാണ്, ലൈബിലിറ്റി ഈസ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ് for which outflow is probable and amount can be measured reliably. Liability is a present obligation as a result of past event for which outflow is probable and amount can be measured reliably. ഇത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തോ സംഭവം ചേരുമ്പോഴാണ് എന്ത്, നോർമൽ ലൈബിലിറ്റി ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആയിട്ട് മാറുന്നത്, നോർമൽ അസറ്റ് ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ട് മാറുന്നത്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇത് എന്താണെങ്കിലും ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ബേസിക്കലി ഇതൊരു കോൺട്രാക്ട് ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. കോൺട്രാക്ട് അല്ലയോ, എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലയോ, എന്തല്ല, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ല. പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമില്ല. ഇനി കോൺട്രാക്ട് ആണ്, അങ്ങനെയെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അസറ്റും ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ അസറ്റും വേറൊരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ അസറ്റും വേറൊരു എൻറ്റിറ്റിയുടെ ഇക്വിറ്റി ആണെന്ന് നോക്കുക. അങ്ങനെ ഏതെങ്കിലും ഒന്നായിട്ട് മാറുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറും.
മനസ്സിലാവും. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്താലല്ലേ നമുക്ക് പിന്നീട് അത് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, അത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്താണ് ഡിഫൈൻ ചെയ്യാണ്. നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്താണ് ഡിഫൈൻ ചെയ്തിട്ട് അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അടുത്തൊരു സ്റ്റേജിൽ പഠിക്കാൻ പോകുന്നത്. ഇതാണോ, മനസ്സിലാവും? ഓക്കെ ആണോ? ആണോ ആണോ കംപ്ലീറ്റ് ചെയ്യാലോ. കംപ്ലീറ്റ് ചെയ്യാലോ, വേഗം കംപ്ലീറ്റ് ചെയ്തേ. ചെയ്തോ ചെയ്തോ ചെയ്തോ. അടുത്ത് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇപ്പോഴും നമ്മൾ എന്ത് പഠിച്ചില്ല, എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നോ എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്നോ പഠിച്ചില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നോ എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്നോ നമ്മൾ പഠിച്ചിട്ടില്ല. അത് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. മനസ്സിലാവും? പക്ഷെ അതെന്താണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റും രണ്ട് ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റും. എന്താണ് ഈ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം അല്ലേ. ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് SFMനകത്ത് നിങ്ങൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അത് ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ എന്താ പറയുക, സമ്മറൈസ്ഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ SFM പഠിക്കേണ്ടതാണ്, പക്ഷേ നമുക്കിവിടെ ആവശ്യമുള്ളൂ, അത്രേ ഉള്ളൂ. അത് ഇന്റർലിങ്ക് ചെയ്യാൻ പറയണം. പക്ഷേ എന്ത് ചെയ്യാൻ, ജസ്റ്റ് എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ക്യാഷ് മാർക്കറ്റ് എന്താണ്? എനിക്കിപ്പം റിലയൻസിൻ്റെ ഒരു ഷെയർ വേണം. ഞാൻ എന്ത് ചെയ്യുന്നു, 10 രൂപ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു ഷെയർ മേടിക്കുന്നു. എനിക്കിപ്പോൾ റിലയൻസിൻ്റെ ഒരു ഷെയർ മേടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 10 രൂപ ഷെയർ മാർക്കറ്റിൽ കൊടുക്കും. എന്ത് ചെയ്യും, ആരെയിലാണോ ഷെയർ ഉള്ളത് അയാളിൽ നിന്നും ഷെയർ മേടിക്കും. ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് എന്ത്, ക്യാഷ് മാർക്കറ്റ്. ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഫ്യൂച്ചർ, ഓപ്ഷന്, സ്വാപ്പ്. അത് തൽക്കാലം നോക്കാം. ഫ്യൂച്ചർ ഓപ്ഷൻ നമുക്ക് തൽക്കാലം നോക്കാം. ഫ്യൂച്ചറും ഓപ്ഷനും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനകത്ത് ഫോർവേഡ് എന്നൊരു സംഭവം വരുന്നത്. ഈ ഫോർവേഡും ഇത് നമ്മൾ ബന്ധം എന്താ? ഫോർവേഡ് ഇതെല്ലാം SFM ആണ്. നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയാനാണ്. ഫ്യൂച്ചർ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്, ഫോർവേഡ് ഉണ്ട്. ഇന്ന് ഈ ഫ്യൂച്ചറും ഫോർവേഡും നമ്മുടെ റിലേഷൻ എന്താ ശ്രദ്ധിക്കാം. എനിക്കിപ്പോൾ ഒരു 10 കിലോ കുരുമുളക് വേണം. പക്ഷെ 10 കിലോ കുരുമുളക് വേണ്ടത് എനിക്ക് ഏപ്രിൽ 2021 വേണ്ടത്. മനസ്സിലാവും? ക്ലിയർ ആണോ? ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജാനുവരി 2021 ആണ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് എത്ര വേണം? 10 കിലോ കുരുമുളക് വേണം, അല്ലെങ്കിൽ ഒരു 100 കിലോ കുരുമുളക് വേണം. വേണ്ടതെന്നാണ് ഏപ്രിൽ 2021 എനിക്ക് 100 കിലോ കുരുമുളക് വേണ്ടത്. പക്ഷേ ഇതിന്റെ ആവശ്യമായിട്ട് വന്നത് ജനുവരി 2021 ഇതിന്റെ ജനുവരി 2021 ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് അല്ലെങ്കിൽ ഒറ്റ കിലോ എടുക്കാം. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് 1 കിലോ എടുക്കാം. 1 കിലോ കുരുമുളക് വേണം ഏപ്രിൽ 21. 1 കിലോയ്ക്ക് ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 100 രൂപയാണ് എന്ന് ജാനുവരി 21. മനസ്സിലാവും? എനിക്ക് തോന്നുകയാണ് ഇത് ഏപ്രിൽ 21 ആകുമ്പം ഇതിന്റെ പ്രൈസ് എന്ത് ചെയ്യാം, കൂടാം. ഇതിന്റെ പ്രൈസ് എന്ത് ചെയ്യാം, കൂടാം എന്ന് ആർക്ക് തോന്നുകയാണ്? എനിക്ക് തോന്നുകയാണ്.
അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാനൊരു കസ്റ്റമറെ കണ്ടുപിടിക്കും. മനസ്സിലായി? നിങ്ങളാന്നിരിക്കട്ടെ, നിങ്ങൾ എന്താണ്, കുരുമുളക് കൃഷി ചെയ്യുന്ന ആളാണ്, നിങ്ങളൊരു കർഷകനാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന സംഭവം ഉണ്ട്, ഏപ്രിൽ മാസം ആകുമ്പോൾ നിങ്ങൾക്ക് തരാനും പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളെ വന്ന് കാണുന്നു, നിങ്ങളെ വന്ന് കണ്ടിട്ട് പറയാണ്, ഇതാ ഏപ്രിൽ മാസം എനിക്ക് എന്ത് ചെയ്യണം, ഒരു കിലോ കുരുമുളക് വേണം. ഈ കുരുമുളക് എന്ത് ചെയ്യണം, നിങ്ങൾ ഏപ്രിൽ മാസം തന്നാൽ മതി. പക്ഷേ എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോഴേ എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യാം. ആ കോൺട്രാക്റ്റിന്റെ ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ, കോൺട്രാക്റ്റിന്റെ ടേംസ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 4 മാസത്തിന് ശേഷം 1 കിലോ കുരുമുളക് എന്ത് ചെയ്യണം, 100 രൂപയ്ക്ക് എനിക്ക് തരാം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രൈസ് ഓൺ ദാറ്റ് ഡേറ്റ്. എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 2021 പ്രൈസ് ഏതാണെങ്കിലും ആ പ്രൈസ് കൺസിഡർ ചെയ്യാതെ എനിക്ക് എന്ത് ചെയ്യണം, ഇന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രൈസിൽ എനിക്ക് തരണം. മനസ്സിലാവും? ഏപ്രിൽ 2021 പ്രൈസ് ഏതാണെങ്കിലും അത് കൺസിഡർ ചെയ്യാതെ ഇന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രൈസ് ഏതാണോ ആ പ്രൈസിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എനിക്ക് തരണം. മനസ്സിലാവും? അതാണെന്ത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ. ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടൈം പീരീഡ് പറയും, യൂണിറ്റ്സ് പറയും, പിന്നെന്ത് പറയും, പ്രൈസ് പെർ യൂണിറ്റ് പറയും. ഇതെല്ലാം എന്തായിരിക്കും, ലോക്ക്ഡ് ആയിരിക്കും. ഏപ്രിൽ മാസമായി ഏപ്രിൽ മാസമാകുമ്പോൾ 2 സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. 2 സിറ്റുവേഷൻ എന്താണ്, ഒന്ന് ഇതിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു, 100-നേക്കാളും കൂടുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, 100-നേക്കാളും കുറയുന്നു. ഒന്നിൽ എന്ത് ചെയ്യുന്നു, ഇത് 120 ആവുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, 90 ആവുന്നു. ഇതിന്റെ പ്രൈസ് 120 ആണെങ്കിലും 90 ആണെങ്കിലും നിങ്ങൾ എനിക്ക് എത്രയ്ക്ക് തന്നെ തരണം, ഇതിന്റെ പ്രൈസ് 120 ആയി. അതായത് മാർക്കറ്റിൽ നിങ്ങൾക്ക് ശരിക്കും എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും, 120 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടല്ലോ, ആ കോൺട്രാക്ട് എന്താ, ഏപ്രിൽ മാസം ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എനിക്ക് 100 രൂപയ്ക്ക് തരാമെന്നൊരു കോൺട്രാക്ട് ഇല്ലേ. അങ്ങനെയെങ്കിൽ ഏപ്രിൽ മാസം അന്നത്തെ പ്രൈസ് ഏതാണെങ്കിലും നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് പ്രകാരം എനിക്ക് എന്ത് ചെയ്യണം, 1 കിലോ കുരുമുളക് 100 രൂപയ്ക്ക് തന്നെ ഡെലിവറി ചെയ്യണ്ടേ. ആർക്ക് നഷ്ടം, നിങ്ങൾക്ക് നഷ്ടം. കാരണം എന്നോട് കോൺട്രാക്ട് എൻ്റർ ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു, ഇതേ ഒരു കിലോ എന്ത് ചെയ്യായിരുന്നു, നിങ്ങൾക്ക് പുറത്ത് 120 രൂപയ്ക്ക് കൊടുക്കായിരുന്നു, നിങ്ങൾക്ക് 20 രൂപ നഷ്ടം. മനസ്സിലാവും? രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്, ഇത് 90 ആയി. ഇത് 90 ആയാലും എന്നെ സംബന്ധിച്ച് എന്താണ്, ഇത് പുറത്തു പോയി മേടിക്കുകയാണെങ്കിൽ 90 രൂപ ആവത്തുള്ളൂ. പക്ഷെ നമ്മൾ ഒരു കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് എന്താ, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏപ്രിൽ മാസം 100 രൂപയ്ക്ക് എടുത്തോളാമെന്ന് പറഞ്ഞാണ് കോൺട്രാക്ട് അല്ലെ. അങ്ങനെയെങ്കിൽ അത് 90 രൂപയാണെങ്കിൽ ഞാൻ ചെയ്യണം, ഈ 1 കിലോ വന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ 100 രൂപയ്ക്ക് തന്നെ മേടിക്കേണ്ടി വരും. ആർക്ക് നഷ്ടം, എനിക്ക് 10 രൂപ നഷ്ടം. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മളുള്ള കോൺട്രാക്ട് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഏപ്രിൽ മാസം നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, 100 രൂപ അങ്ങോട്ട് തരും, നിങ്ങൾ 1 കിലോ കുരുമുളക് ഇങ്ങോട്ട് തരും, പരിപാടി കഴിഞ്ഞു, നമ്മൾ ഡീല് കഴിഞ്ഞു. ഏപ്രിൽ മാസം എന്ത് ചെയ്യും, ഞാൻ നിങ്ങളൊക്കെ അന്ന് കാണും, നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് 100 രൂപ അങ്ങോട്ട് തരും, നിങ്ങൾ എനിക്ക് 1 കിലോ കുരുമുളക് ഇങ്ങോട്ട് തരും, നമ്മൾ ഡീൽ എന്ത് ചെയ്യും, കഴിയും. ഇതാണ് എന്ത്, ഫോർവേഡ് കോൺട്രാക്ട് പറയുന്നത്. ഇതാണ് ഫോർവേഡ് കോൺട്രാക്ട് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? മനസ്സിലാവും? ഓക്കെ ആണോ? ഇതാവോ? ക്ലിയർ ആണോ? ഇത് ഫോർവേഡ് കോൺട്രാക്ട് ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതാ ഫോർവേഡ് കോൺട്രാക്ട് മീൻസ് a contract entered into for purchase of goods in future date at predetermined price. Forward contract means a contract entered into for purchase of goods in future date at predetermined price. അതായത് ഇവിടെ 100 രൂപ എന്ന് പറയുന്നത് predetermined price അല്ലേ, ഫ്യൂച്ചർ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ അല്ലേ, ഗുഡ്സ് എന്ന് പറയുന്നത് കുരുമുളക് അല്ലേ, 1 കിലോ കുരുമുളക് അല്ലേ. മനസ്സിലാവും? ക്ലിയർ ആണോ? Here there is actual delivery of goods. Here there is actual delivery of goods. Here there is actual delivery of goods.
ക്ലിയർ ആണോ? മനസ്സിലാവും? ഫോർവേഡ് ക്ലിയർ ആണല്ലോ? ഫോർവേഡ് ക്ലിയർ അല്ലേ? ഇതേ ഫോർവേഡിന്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെന്ത് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആ ഫ്യൂച്ചറിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെന്ത് ഓപ്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം, എനിക്ക് റിലയൻസിന്റെ ഒരു ഷെയർ വേണം. വേണ്ടത് ഏപ്രിൽ മാസത്തിലാണ്, ഏപ്രിൽ 1 ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ജാനുവരി 1, 2021 എനിക്ക് വേണ്ടത് ഏപ്രിൽ 1, 2021 ആണ്. എന്ന് പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് ശേഷമാണ് എന്ത് എനിക്കിത് വേണ്ടത്. ക്ലിയർ ആണോ? മനസ്സിലാവോ? എനിക്ക് വേണ്ടത് ഒരു ഷെയർ ആണ്. ഒരു ഷെയറിലെ ഞാൻ മേടിക്കും, നിങ്ങളെ നമ്മൾ എഗ്രി ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു 50 രൂപയ്ക്കാണ്. ഒരു ഷെയർ എന്ത് ചെയ്യാം, 50 രൂപയ്ക്ക് മേടിക്കാം എന്ന് ആഫ്റ്റർ 3 months എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കോൺട്രാക്ട് എൻട്രി ആണ്. 1 മാസത്തിന് ശേഷം ഒരു ഷെയർ നിങ്ങളുടെ കയ്യിൽ നിന്ന് 50 രൂപയ്ക്ക് മേടിച്ചോളാം. 3 മാസത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഷെയർ 50 രൂപയ്ക്ക് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്ട് എൻട്രി ആണ്. മനസ്സിലാവും? 2 സിറ്റുവേഷൻ ഉണ്ടാവും. ഒന്നുകിൽ ഇതിന്റെ പ്രൈസ് കൂടുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പ്രൈസ് കുറയുന്നു, അല്ലെ? ഫസ്റ്റ് സിറ്റുവേഷൻ കൺസിഡർ ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രൈസ് എന്തെന്നറിയോ, 55 ഈ 55 ആയാലും ഇല്ലെങ്കിലും നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതെന്ത് ചെയ്യണം, 50 രൂപ കൊടുത്ത് തന്നെ മേടിക്കണ്ടേ, അല്ലെ? നിങ്ങളുടെ എന്ത് ചെയ്യണം, 50 രൂപ കൊടുത്ത് തന്നെ റിലയൻസിന്റെ ഷെയർ നിങ്ങളുടെ നിന്ന് മേടിക്കാമല്ലോ, അല്ലെ? ആർക്ക് ലാഭം? എനിക്ക് ലാഭം അല്ലേ? കാരണം ഇതേ ഷെയർ ഞാൻ പുറത്തു കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ, ഞാൻ 55 രൂപയ്ക്ക് വേണ്ട മേടിക്കാൻ, പക്ഷെ നിങ്ങളുടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ 50 രൂപ വന്നാൽ പോലെ, അല്ലെ? അപ്പൊ എനിക്ക് 5 രൂപ ലാഭം അല്ലേ? അല്ലേ? അങ്ങനല്ലേ? അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതൊരു സ്പെക്കുലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരിക്കും ഈ എനിക്ക് ഷെയർ തരാന്ന് പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങൾ ഷെയർ തരാന്ന് പറഞ്ഞില്ലേ എന്ന് ജാനുവരി 1, 2020 നിങ്ങൾ എനിക്ക് ഷെയർ തരാന്ന് പറഞ്ഞില്ലേ, അന്ന് നിങ്ങളുടെ ശരിക്കും ഷെയർ ഇല്ല. മനസ്സിലാവും? അന്ന് നിങ്ങളുടെ ഷെയർ ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് നിങ്ങൾ എന്ത് വന്നു, 3 മാസം കഴിഞ്ഞിട്ട് ഷെയർ തരാന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഷെയർ തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഇതിന്റെ പ്രൈസ് ഒരിക്കലും എന്ത് ചെയ്തില്ല, 50 കൂടത്തില്ല, ഇതിന്റെ പ്രൈസ് മാക്സിമം എത്ര വരത്തുള്ളൂ, 40 രൂപ വരത്തുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ അറിയോ, ഇതിന്റെ പ്രൈസ് 50നേക്കാളും കൂടും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 2 രീതി വരാം. ഒന്നിൽ എന്ത് ചെയ്യാം, പ്രൈസ് കൂടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈസ് കുറയാം. അപ്പൊ ആരെങ്കിലും ഒരാളുടെ ചിന്ത എന്ത് ചെയ്യാത്തുള്ളൂ, ശരിയാകത്തുള്ളൂ. മനസ്സിലാവും? അപ്പൊ ഞാൻ എന്താഗ്രഹിക്കുന്ന ആളാണ്, പ്രൈസ് കുറയരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം പ്രൈസ് കുറഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. നിങ്ങൾ എന്താണ്, പ്രൈസ് കൂടരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ബേസിക്കായിട്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ ഗുഡ്സ് ഇല്ല, 3ാമത്തെ മാസമായി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, റിലയൻസിന്റെ ഒരു ഷെയർ തരാൻ പറയാണ്. നിങ്ങളോട്. അപ്പൊ നിങ്ങളുടെ ഷെയർ ഇല്ലല്ലോ, ഉണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നിന്ന് മേടിക്കണം. മാർക്കറ്റിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് മേടിക്കും? ഇന്നത്തെ പ്രൈസ്, ഇന്ന് ഏതാ ദിവസം, ഏതാ, ഏപ്രിൽ 1, 2021 അല്ലേ? ഇന്നത്തെ ദിവസം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കണ്ടേ? എത്ര രൂപയ്ക്ക് മേടിക്കും? നിങ്ങളത് 55 രൂപയ്ക്ക് വേണ്ട മേടിക്കാൻ. 55 രൂപയ്ക്കല്ലേ നിങ്ങൾ മേടിക്കണ്ടേ? കാരണം നിങ്ങളുടെ ഈ ഷെയർ ഇരിപ്പില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഏപ്രിൽ മാസം 1-ാം തീയതി 55 രൂപ കൊടുത്തിട്ട് വേണ്ടേ ഇത് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ, അല്ലേ? അങ്ങനല്ലേ? 55 രൂപ കൊടുത്ത് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ, 55 രൂപ കൊടുത്ത് ഇത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇതെന്ത് ചെയ്യണം, എനിക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണം, 50 രൂപയ്ക്ക് വിൽക്കണ്ടേ? അതായത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു, 55 മേടിച്ചു, എനിക്ക് എന്ത് ചെയ്യുന്നു, 50 രൂപയ്ക്ക് വിൽക്കുന്നു. നിങ്ങളുടെ നഷ്ടം 5 രൂപ. ഇനി ഞാൻ നിങ്ങളുടെ ഈ ഷെയർ മേടിച്ചെന്നിരിക്കട്ടെ, ഈ ഷെയറിന്റെ ആവശ്യം എനിക്കില്ല, ഞാൻ എന്ത് ചെയ്യും, 50 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച ഷെയർ 55 രൂപയ്ക്ക് എവിടെ കൊടുക്കുന്നു, മാർക്കറ്റിൽ തിരിച്ചു കൊടുക്കുന്നു. 50 രൂപയ്ക്ക് നിങ്ങളുടെ മേടിക്കുമ്പോൾ എന്റെ കോസ്റ്റ് 50 രൂപ. ഇത് മാർക്കറ്റിൽ ഞാൻ 55 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എന്റെ സെയിൽസ് പ്രൈസ് 55 രൂപ. 50 രൂപയ്ക്ക് മേടിച്ചിട്ട് 55 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 5 രൂപ ലാഭം. അപ്പൊ എന്റെ ലാഭം 5 രൂപ, നിങ്ങളുടെ നഷ്ടം 5 രൂപ. എന്റെ ലാഭം 5 രൂപ, നിങ്ങളുടെ നഷ്ടം 5 രൂപ. നമുക്ക് രണ്ടുപേർക്കും അറിയാം നമുക്ക് ഈ ഷെയറിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഷെയർ മേടിക്കേണ്ട വന്നത്, ഞാൻ ഈ ഷെയർ വിൽക്കേണ്ട വന്നത്. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം നമുക്ക് രണ്ടുപേർക്കും അറിയാം നമുക്ക് ഈ ഷെയറിന്റെ ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ അവർ ഫോളോ ചെയ്യാൻ നിൽക്കത്തില്ല. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഞാൻ ഇപ്പം പറഞ്ഞ പ്രൊസീജിയർ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യമേ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നു, നിങ്ങൾ എനിക്കത് വിൽക്കുന്നു, ഞാൻ പിന്നെ തിരിച്ച് മാർക്കറ്റ് വിൽക്കുന്നു, അപ്പം നിങ്ങൾക്ക് 5 നഷ്ടം, എനിക്ക് 5 ലാഭം എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ രണ്ടുപേരും ചെയ്യാൻ നിൽക്കത്തില്ല. വീണ്ടും പറയുന്നു, നമ്മൾ രണ്ടുപേരും ചെയ്യാൻ നിൽക്കത്തില്ല. വീണ്ടും പറയുന്നു, ഇത് നമ്മൾ രണ്ടുപേരും ചെയ്യാൻ നിൽക്കത്തില്ല. പകരം നമുക്ക് ഇതിന്റെ നെറ്റ് എഫക്ട് അറിയാം. ഇതിന്റെ നെറ്റ് എഫക്ട് എന്താണ്? 5 രൂപ ആർക്ക് നഷ്ടം? നിങ്ങൾക്ക് നഷ്ടം. 5 രൂപ ആർക്ക് ലാഭം? എനിക്ക് ലാഭം. അങ്ങനെയെങ്കിൽ ആർക്ക് കൊടുക്കണം?
ഞാൻ എയും നിങ്ങൾ ബിയും ആണെങ്കിൽ ആരാർക്ക് കൊടുക്കണം? ബി എക്ക് എത്ര എഴുതാൽ മതി? 5 രൂപ കൊടുത്താൽ പോരെ? ബി എക്ക്, അതായത് ഒന്നും ചെയ്യണ്ട, 5 രൂപ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റെ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം കഴിഞ്ഞില്ലേ? 5 രൂപ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം കഴിഞ്ഞില്ലേ? 5 രൂപ നിങ്ങൾ എനിക്ക് തന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് 5 രൂപ നഷ്ടം, എനിക്ക് 5 രൂപ ലാഭം, പരിപാടി കഴിഞ്ഞില്ലേ? ഇനി ഇത് 40 രൂപ ആണെങ്കിലോ? ഇത് 40 രൂപ ആണെങ്കിലോ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് 40 രൂപയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളിൽ ഷെയർ ഇല്ലല്ലോ, നിങ്ങൾ ഇത് മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് മേടിക്കണം? 40 രൂപയ്ക്ക് മേടിക്കണം. ഇത് ചിന്തിക്കുന്ന രീതി മാത്രമാണ്, ഇത് പ്രാക്ടിക്കലി ഇങ്ങനെയല്ല നടക്കുന്നത്. ആ നെറ്റ് എഫക്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണിത്. മനസ്സിലാവും? നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് 40 രൂപയ്ക്ക് മേടിക്കണം, എനിക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണം? 50 രൂപയ്ക്ക് വിൽക്കണം. നിങ്ങളുടെ നഷ്ടം എത്രയാ? നിങ്ങളുടെ ലാഭം എത്രയാ? 10 രൂപ അല്ലേ? 40 മേടിക്കുന്നു, 50 വിൽക്കുന്നു. 40 മേടിക്കുന്നു, 50 വിൽക്കുന്നു. നിങ്ങളുടെ ലാഭം 10 രൂപ. ഈ 50 രൂപയ്ക്ക് കിട്ടിയ സാധനം ഞാൻ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് കൊടുക്കണം? 40 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ 50 രൂപയ്ക്ക് മേടിക്കുന്നു, ഞാൻ എന്ത് ചെയ്തു? മാർക്കറ്റിൽ 40 രൂപയ്ക്ക് കൊടുക്കുന്നു. എൻ്റെ നഷ്ടം എത്രയാ? 10 രൂപ അല്ലേ? എൻ്റെ നഷ്ടം എത്രയാണ്? 10 രൂപ അല്ലേ? അപ്പൊ നമുക്ക് രണ്ടുപേർക്കും എന്തറിയാം? നിങ്ങൾക്ക് ലാഭം 10 രൂപ കിട്ടുന്ന കാര്യം, എനിക്ക് നഷ്ടം 10 ഉണ്ടാവുന്ന കാര്യം അറിയാലോ അല്ലേ? അപ്പൊ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന പകരം ഞാൻ എയും നിങ്ങൾ ബിയും ആണെങ്കിൽ എ ബിക്ക് 10 രൂപ നെറ്റ് സെറ്റിൽമെന്റ് നടത്തിയാൽ പോരെ അല്ലെ? നെറ്റ് സെറ്റിൽമെന്റ് നടത്തിയാൽ പോരെ? എ ബിക്ക് 10 രൂപയുടെ നെറ്റ് സെറ്റിൽമെന്റ് നടത്തിയാൽ പോരെ? ഫസ്റ്റ് കേസിലാണെങ്കിൽ ബി എക്ക് 5 രൂപയുടെ നെറ്റ് സെറ്റിൽമെന്റ് നടത്തിയാൽ പോരെ? ക്ലിയർ ആണോ? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ആക്ച്വൽ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്തില്ല? ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. ആക്ച്വൽ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ് അവിടെ കാണത്തില്ല, ഫ്യൂച്ചേഴ്സിനകത്ത് കാണത്തില്ല. അതായത് ഫോർവേഡിൽ പറഞ്ഞ അതേ കാര്യം തന്നെ, പക്ഷെ എന്ത് ചെയ്തില്ല? ആക്ച്വൽ ഡെലിവറി കാണത്തില്ല. പകരം നെറ്റ് സെറ്റിൽമെന്റ് മാത്രമാണെന്ത്? ഈ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിംഗ് നടക്കുന്നത്. മനസ്സിലാവും? ക്ലിയർ ആണോ? അപ്പൊ ഇതിനെ ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് വിളിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഷെയർ ഉണ്ടല്ലോ, ഈ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർലൈങ് അസറ്റ് ആണ്. അപ്പം നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം? നമുക്ക് കമ്പോഡിറ്റിയെ ബേസ് ചെയ്ത് ചെയ്യാം, ഇൻഡെക്സിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാം? അതായത് ഈ ഇന്ന സമയമാകുമ്പോൾ ഞാൻ ചെയ്യാം ഇത്ര രൂപയ്ക്ക് മേടിച്ചോളാം എന്നുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് കോൺട്രാക്ട് എൻ്റർ ചെയ്യാം, ഫ്യൂച്ചർ കോൺട്രാക്ട് എൻ്റർ ചെയ്യാം. അപ്പം അണ്ടർലൈങ് അസറ്റ് എന്തും ആകാം. അപ്പം ഈ അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ് എന്ത്? ഇതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. കാരണം 50 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കാം? 50 രൂപയ്ക്ക് ഞാൻ മേടിച്ചോളാം എന്ന് പറയുമ്പോൾ എന്ത് മേടിക്കാം എന്നൊരു ചോദ്യം വരത്തില്ലേ? 50 രൂപയ്ക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോഴും 50 രൂപയ്ക്ക് ഞാൻ മേടിച്ചോളാം എന്ന് പറയുമ്പോഴും എന്ത് മേടിക്കാനും എന്ത് കൊടുക്കാനും ചോദ്യം വരത്തില്ലേ? അങ്ങനെ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ? അപ്പൊ ആ അണ്ടർലൈങ് അസറ്റിൽ നിന്നല്ലേ ഈ 50 രൂപ എന്ന വാല്യൂ ഡിറൈവ് ചെയ്തത്. അങ്ങനെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. സോ ഡെറിവേറ്റീവ്സ് ആണെന്ന് ചെയ്യണം? ബേസിക്കലി ഒരു അണ്ടർലൈങ് അസറ്റ് കാണണം. ആ അണ്ടർലൈങ് അസറ്റിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ വാല്യൂ ഡിറൈവ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലാവും? ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫ്യൂച്ചറിനകത്ത് എന്തില്ല? ആക്ച്വൽ ഡെലിവറി ഇല്ല. എന്താണ്? പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിലായിരിക്കും ഒരു അണ്ടർലൈൻ അസറ്റ് കാണും, പക്ഷെ എന്താണ്? ആക്ച്വൽ സെറ്റിൽമെന്റ് കാണത്തില്ല. പകരം എന്താണ്? ആക്ച്വൽ ഡെലിവറി കാണത്തില്ല. പകരം എന്താണ്? നെറ്റ് സെറ്റിൽമെന്റ് മാത്രമേ നടക്കത്തുള്ളൂ. ആക്ച്വൽ ഡെലിവറി നടക്കത്തില്ല, പകരം എന്താണ്? നെറ്റ് സെറ്റിൽമെന്റ് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലാവും? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ നോക്കി നോക്കാം. ഇതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. ഈ ഡിറ്റോ എക്സാമ്പിൾ ഒരു മാറ്റമില്ല. ഓപ്ഷൻ 2 എടുത്തിട്ടുണ്ട്. ഒന്ന് കോൾ ഓപ്ഷൻ, 2 പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണ്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു സെൽ ആണ്.
കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണ്, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് റൈറ്റ് ടു സെൽ ആണ്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണ്, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെൽ ആണ്. ഈ ഫ്യൂച്ചറിനകത്ത് അതേ കാര്യം തന്നെ. പക്ഷേ ഞാനും നിങ്ങളും തമ്മിൽ ഒരു കോൾ ഓപ്ഷനാണ് എൻ്റർ ചെയ്തതെന്ന് വിചാരിക്കുക. മനസ്സിലാവും? ആ കോൾ ഓപ്ഷനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 മാസം കഴിഞ്ഞിട്ട് ഒരു റിലയൻസിൻ്റെ ഷെയർ എന്ത് ചെയ്യാം, 50 രൂപയ്ക്ക് മേടിച്ചോളാം എന്നാണ് കോൺട്രാക്ട്. 3 മാസം കഴിഞ്ഞിട്ട് ഒരു റിലയൻസ് ഇൻഡസ്ട്രീൻ്റെ ഷെയർ എന്ത് ചെയ്യാം, 50 രൂപയ്ക്ക് മേടിച്ചോളാം എന്നാണ് നമ്മളുള്ള കോൺട്രാക്ട്. അപ്പം ഞാൻ മേടിക്കുന്ന ആൾ, നിങ്ങൾ വിൽക്കുന്ന ആൾ. ഞാൻ മേടിക്കുന്ന ആളും നിങ്ങൾ വിൽക്കുന്ന ആളും. മനസ്സിലാവും? പക്ഷേ ഇത് നമ്മൾ എഴുതി വയ്ക്കുന്നത് കോൾ ഓപ്ഷൻ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് റൈറ്റ് ടു ബൈ ഉണ്ട്, റൈറ്റ് ഉണ്ട്, ഒബ്ലിഗേഷനിലെ റൈറ്റ് ഉണ്ട്. ശരിക്കും ഇത് ഞാൻ മേടിക്കണം എന്നല്ലേ, പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞാലോ. ഞാൻ ഏത് സിറ്റുവേഷൻ മേടിക്കത്തുള്ളൂ? ഇതാ ഇവിടെ 2 സിറ്റുവേഷനിലെ, ഒന്ന് ഇത്, ഒന്നാമത്തെ സിറ്റുവേഷൻ ഇതല്ലേ, രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതല്ലേ, ഫസ്റ്റ് സിറ്റുവേഷൻ, സെക്കൻഡ് സിറ്റുവേഷൻ. അങ്ങനെ എനിക്കൊരു ഓപ്ഷൻ തരികയാണെങ്കിൽ ഞാൻ ഏത് സിറ്റുവേഷനിൽ മാത്രമേ എക്സസൈസ് ചെയ്തുള്ളൂ? എനിക്ക് ലാഭമുള്ള സിറ്റുവേഷൻ അല്ലേ? എനിക്ക് ലാഭമുള്ള സിറ്റുവേഷൻ ഏതാണ്? ഫസ്റ്റ് സിറ്റുവേഷൻ അല്ലേ? ഇവിടെ അല്ലേ നമ്മൾ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്തുള്ളൂ? സെക്കൻഡ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ മണ്ടറാണോ? അതായത് നമ്മൾ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തു, എനിക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എക്സസൈസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താ അതിനകത്ത് ഗുണം? കാരണം സെക്കൻഡ് സിറ്റുവേഷൻ വന്നാലല്ലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ, പ്രൈസ് കുറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ. അപ്പോൾ എന്നോട് പറയാണ്, നമ്മൾ കോൺട്രാക്ട് പറയാണ്, പ്രൈസ് കുറഞ്ഞാൽ എന്ത് ചെയ്യണ്ട, നിങ്ങൾ എക്സസൈസ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ എന്താണ്, കാശില്ലേ? നിങ്ങൾക്ക് കാശില്ലേ? അങ്ങനാണോ? അല്ല. അതിനകത്ത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രീമിയം ചാർജ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു 2 രൂപ പ്രീമിയം തരേണ്ടി വരും. എക്സാമ്പിളാണ്, ഒരു 2 രൂപ പ്രീമിയം തരേണ്ടി വരും. ആ 2 രൂപ പ്രീമിയം എന്താണ്? നിങ്ങളുടെ ഇൻകം ആണ്. നിങ്ങൾ 2 രൂപ പ്രീമിയം മേടിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക? രണ്ടാമത്തെ സിറ്റുവേഷൻ ഒരു കാരണവശാലും വരത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ഇതിനകത്തോട്ട് പോയിരിക്കുന്ന പക്ക ചൂതാട്ടമാണ് ഇതിനകത്ത് നടക്കുന്നത്. മനസ്സിലാവും? സോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? അപ്പം നിങ്ങളുടെ പ്രോഫിറ്റ് എന്താണ്? ലിമിറ്റഡ് ആണ്. കാരണം നിങ്ങൾ എക്സൈസ് ചെയ്തു, ഞാൻ എക്സൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലാഭത്തിലാണ് 2 രൂപ. മനസ്സിലാവും? ക്ലിയർ ആണോ? ഞാനിപ്പോൾ ഈ കേസിൽ ആരാണ്? കോൾ ഓപ്ഷൻ ഹോൾഡർ ആണ്. ഞാൻ ആരാണ്? കോൾ ഓപ്ഷൻ ഹോൾഡർ ആണ്. നിങ്ങൾ ആരാണ്? കോൾ ഓപ്ഷൻ റൈറ്റർ ആണ്. മനസ്സിലാവും? ക്ലിയർ ആണോ? മനസ്സിലാവും? അപ്പം ഞാനിത് എപ്പോഴും എക്സൈസ് ചെയ്തുള്ളൂ, ഇതിൻ്റെ പ്രൈസ് കൂടിയാൽ, കോൾ ഓപ്ഷനാണ് ഞാൻ ഹെൽഡ് ചെയ്തതെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കൂടിയാൽ മാത്രമല്ലേ ഇത് എക്സൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം പ്രൈസ് കൂടിയാൽ മാത്രമല്ലേ എനിക്ക് ലാഭം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാവും? ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ കോൾ ഓപ്ഷൻ 2 ആൾക്കാരുണ്ട്, കോൾ ഓപ്ഷൻ ഹോൾഡറും കോൾ ഓപ്ഷൻ റൈറ്ററും. നിങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ലാഭം എന്താണ്? കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന ആളുടെ ലാഭം എന്താണ്? കാരണം സെക്കൻഡ് സിറ്റുവേഷൻ എന്താണെന്ന് എന്ത് ചെയ്യണ്ട, അതെന്ത് ചെയ്യും, ഫ്യൂച്ചർ ആണെങ്കിൽ കിട്ടും. പക്ഷേ കോൾ ഓപ്ഷൻ ആണെങ്കിൽ കിട്ടത്തില്ലല്ലോ. കാരണം എന്താണ്? നിങ്ങൾ റൈറ്റ് ടു ബൈ അല്ലേ എനിക്ക് തന്നേക്കുന്നത്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴാണ്, എനിക്ക് ലാഭമുള്ളപ്പോഴാണ്, പ്രൈസ് കൂടുമ്പോഴാണ്. ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് എനിക്ക് ലാഭമുള്ളത്. ആ സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ എക്സൈസ് ചെയ്തുള്ളൂ. പക്ഷേ ഈ റൈറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു 2 രൂപ നിങ്ങൾക്ക് പ്രീമിയം തരണ്ടേ. ആ പ്രീമിയം എന്ന് പറയുന്നതല്ലേ നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്. എൻ്റെ ലാഭം എന്താണ്? അൺലിമിറ്റഡ് ആണ്. എൻ്റെ നഷ്ടം എന്താണ്? ലിമിറ്റഡ് ആണ്. എൻ്റെ നഷ്ടം മാക്സിമം എത്ര എടുത്തുള്ളൂ? 2 രൂപ അല്ലേ? എക്സൈസ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ എൻ്റെ ലാഭം എന്താണ്? ഇത് എത്രത്തോളം പ്രൈസ് കൂടുന്നോ അത്രത്തോളം എനിക്ക് ലാഭം അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതേ റൈറ്റ് നിങ്ങൾക്ക് കിട്ടിയാലോ? അതിനെയാണെന്ത് നമ്മൾ പുട്ട് ഓപ്ഷൻ ഇടുന്നത്. നമ്മൾ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നു. ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷനാണ്. ഈ പുട്ട് ഓപ്ഷനകത്ത് റൈറ്റ് ടു സെല്ലുണ്ട്. റൈറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയിലാണ് റൈറ്റ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിറ്റാൽ മതി. നിങ്ങളെപ്പോഴേ വിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന സിറ്റുവേഷനിലേ വിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന ഏതാ? സെക്കൻഡ് സിറ്റുവേഷൻ അല്ലേ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്? നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന സെക്കൻഡ് സിറ്റുവേഷൻ അല്ലേ? അപ്പം നിങ്ങൾ സെക്കൻഡ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമല്ലേ ഇത് വിൽക്കാൻ തയ്യാറാവത്തുള്ളൂ. അപ്പം ഞാൻ മണ്ടറാണെന്നാണ് അർത്ഥം? ഒരിക്കലും അല്ലല്ലോ. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഈ പുട്ട് ഓപ്ഷന്റെ റൈറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, റൈറ്റ് ടു സെല്ല് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് എൻ്റെ ഒരു പ്രീമിയം തന്നിട്ട് വേണ്ട മേടിക്കാൻ. ഒരു 3 രൂപ നിങ്ങൾ എനിക്ക് പ്രീമിയം തരികയാണെങ്കിൽ ആ പ്രീമിയം അല്ലേ എൻ്റെ ലാഭം എന്ന് പറയുന്നത്. അത് മാത്രമല്ല എൻ്റെ ലാഭം എന്ന് പറയുന്നത്.
മനസ്സിലാവും. അപ്പോൾ പുട്ട് ഓപ്ഷനകത്ത് പുട്ട് ഓപ്ഷൻ ഹോൾഡർ ആണ് നിങ്ങൾ, ഞാൻ പുട്ട് ഓപ്ഷൻ റൈറ്റർ ആണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ ഹോൾഡറെ സംബന്ധിച്ച് അയാളുടെ ലാഭം എപ്പോഴാണ്? പ്രൈസ് കുറയുമ്പോഴല്ലേ. അയാൾ എപ്പോഴത് പുട്ട് ഓപ്ഷൻ ഹോൾഡർ എപ്പോഴേ ഈ റൈറ്റ് എക്സൈസ് ചെയ്തുള്ളൂ? അയാൾക്ക് ഫേവറബിൾ ആണെങ്കിൽ മാത്രമല്ല എക്സൈസ് ചെയ്തുള്ളൂ. ഇത് ഓർത്തിരിക്കണം. പുട്ട് ഓപ്ഷൻ ഹോൾഡർ, നിങ്ങളാണ് ഇവിടെ പുട്ട് ഓപ്ഷൻ ഹോൾഡർ അല്ലെ. പുട്ട് ഓപ്ഷൻ ഹോൾഡർ ആ റൈറ്റ് എപ്പോഴും എക്സൈസ് ചെയ്തുള്ളൂ? സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറബിൾ ആണെങ്കിൽ മാത്രം അല്ലെ. ഞാൻ കോൾ ഓപ്ഷൻ ഹോൾഡറോ? ഞാനല്ലായിരുന്നു കോൾ ഓപ്ഷന്റെ ഹോൾഡർ. ഞാൻ എപ്പോഴും എക്സൈസ് ചെയ്തുള്ളൂ? ഇത് എനിക്ക് ഫേവറബിൾ ആകുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ. ഇത് ഓർത്തിരിക്കണം. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭം കിട്ടുന്ന എപ്പോഴാണ്? കോൾ ഓപ്ഷൻ ഹോൾഡർ ആണ് ഞാനെങ്കിൽ എന്നെ സംബന്ധിച്ച് പ്രൈസ് കൂടുമ്പോഴും, പുട്ട് ഓപ്ഷൻ ഹോൾഡർ ആണ് ഞാനെങ്കിൽ എന്നെ സംബന്ധിച്ച് പ്രൈസ് കുറയുമ്പോഴും. അപ്പോൾ കോൾ ഓപ്ഷൻ ഹോൾഡർ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ഹോൾഡർ ആണെങ്കിലും ഈ കോൺട്രാക്ട് എക്സൈസ് ചെയ്യുന്നത് അത് അവർക്ക് ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അവർ എക്സൈസ് ചെയ്തുള്ളൂ. അൺഫേവറബിൾ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? എക്സൈസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അൺഫേവറബിൾ ആണെങ്കിൽ എക്സൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്നെ സംബന്ധിച്ച് എന്താണ്, ആ ലിമിറ്റ് നഷ്ടം അങ്ങ് പോകുന്നതേ ഉള്ളൂ. 2 രൂപ 3 രൂപ പോകുന്നതേ ഉള്ളൂ. ആ 3 രൂപ പോട്ടെന്ന് വെച്ചാൽ പോരെ, 2 രൂപ പോട്ടെന്ന് വെച്ചാൽ പോരെ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലാവോ? ഓക്കെ ആണോ? ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാവണം. SFMന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇത്ര ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാവണം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കേണ്ടത് കോൾ ഓപ്ഷൻ ഹോൾഡറും പുട്ട് ഓപ്ഷൻ ഹോൾഡറും എന്ത് ചെയ്യത്തില്ല അൺഫേവറബിൾ ടേംസ് എന്ത് ചെയ്തില്ല? അത് എക്സൈസ് ചെയ്തില്ല. കോൾ ഓപ്ഷൻ ഹോൾഡറും പുട്ട് ഓപ്ഷൻ ഹോൾഡറും എന്ത് ചെയ്തുള്ളൂ? അവർക്ക് ഫേവറബിൾ ടേംസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? എക്സൈസ് ചെയ്തുള്ളൂ. കോൾ ഓപ്ഷൻ ഹോൾഡറും പുട്ട് ഓപ്ഷൻ ഹോൾഡറും അവർക്ക് ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? എക്സൈസ് ചെയ്തുള്ളൂ. ഫ്യൂച്ചർ അങ്ങനെയല്ല. എന്താണ്? ഫേവറബിൾ ആണെങ്കിലും അൺഫേവറബിൾ ആണെങ്കിലും ചെയ്യണം? എക്സൈസ് ചെയ്യണം. നഷ്ടമല്ലാവോ പിന്നത്തെ കാര്യം. ഏത് ഫ്യൂച്ചർ ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താണ്? ആക്ച്വൽ ഡെലിവറി നടക്കത്തില്ല. ഇതേ കാര്യം തന്നെ ആക്ച്വൽ ഡെലിവറി നടക്കുകയാണെങ്കിൽ എന്താണ്? ഫോർവേഡ് ആവും. മനസ്സിലാവും? ഫോർവേഡും ഫ്യൂച്ചറും ഓപ്ഷൻ നമ്മൾ റിലേഷൻ മനസ്സിലാവും. ഫോർവേഡും ഫ്യൂച്ചറും ഓപ്ഷൻ നമ്മൾ റിലേഷൻ മനസ്സിലാവും. ക്ലിയറാണോ? നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി, പറഞ്ഞെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി. മനസ്സിലായോ? സോ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അത് പ്രൈമറി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം റിസീവബിളോ പേയബിളോ ലോണോ ഒന്നല്ല, ഏതെങ്കിലും അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളല്ല. ആണോ? അല്ല. അതാണ് പ്രൈമറി ആയിട്ട് തന്നെ എന്താണ്? അത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷേ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതാണ് ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണെന്ത്? ഫ്യൂച്ചർ, ഓപ്ഷൻ, ഫോർവേഡ്, സ്വാപ്പ് എന്ന് പറയുന്നത്. സ്വാപ്പിന്റെ ബേസിക് മീനിങ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു റേറ്റ് പറയുന്നു, അവരൊരു റേറ്റ് പറയുന്നു, എന്ത് ചെയ്യുന്നു? ആ ടേംസിൽ നമ്മൾ എക്സ്ചേഞ്ച് നടത്തുന്നു. അതാണ് സ്വാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാപ്പിന്റെ ബേസിക് മീനിങ് എക്സ്ചേഞ്ച് എന്നാണ്. റിസീവബിൾ, പേബിൾ, ലോൺസ്. സോ ഇത് രണ്ടും എന്ത് ചെയ്യണം? നമുക്ക് രണ്ടായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേറ്റീവ് ആകുമ്പോൾ ബേസിക് കോർ പ്രിൻസിപ്പിൾ എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യണം? കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നോക്കേണ്ടി വരും. ഇതാണ് ഇതാലോ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. പ്രൈമറി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനകത്ത് പ്രൈമറി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും.
ഈ എക്സാം നോക്കി. ABC ലിമിറ്റഡ് പർച്ചേസ് ഡിബഞ്ചേഴ്സ് ഓഫ് XYZ ലിമിറ്റഡ്. ABC ലിമിറ്റഡ് എന്ത് ചെയ്തു? ഞാൻ ABC, നിങ്ങൾ XYZ എന്നാണ് വിചാരിക്കുക. ഞാൻ ABCയും നിങ്ങളാണ് XYZ. ഞാൻ എന്ത് ചെയ്തു? നിങ്ങളുടെ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ എൻ്റെ ബുക്കിൽ എൻട്രി എന്താണ്? അസറ്റ് കൂടി അസറ്റ് കുറവുന്നല്ലേ? കൂടുന്ന നഷ്ടം ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചേഴ്സ് അല്ലേ? നിങ്ങളുടെ ബുക്കിൽ എൻട്രി എന്താണ്? അസറ്റ് കൂടി ലൈബിലിറ്റി കൂടി എന്നല്ലേ? കൂടുന്ന അസറ്റ് ബാങ്കും കൂടുന്ന ലൈബിലിറ്റി പേഴ്സൻ്റെ ഡിബഞ്ചേഴ്സും അല്ലേ? അപ്പം ഒരാളുടെ ബുക്കിൽ ABCയുടെ ബുക്കിൽ എന്തായി? ഒരു അസറ്റ് ആയില്ലേ? XYZ ബുക്കിൽ എന്തായി? ഇതൊരു ലൈബിലിറ്റി ആയില്ലേ? ഇപ്പോഴും നമുക്ക് എന്താ അറിയത്തില്ല, എല്ലാ അസറ്റും എല്ലാ ലൈബിലിറ്റി എന്തല്ല, ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലൈബിലിറ്റി അല്ല. എന്ത് ചെയ്യണം? തൽക്കാലം മനസ്സിലാക്കാതെ ഫിനാൻഷ്യൽ അസറ്റ് ആണ് തൽക്കാലം മനസ്സിലാക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒരാളുടെ ബുക്കിലും ഫിനാൻഷ്യൽ അസറ്റ്, മറ്റൊരാളുടെ ബുക്കിൽ എന്താണ്? ഇത് ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആണ്. ദെയർഫോർ ദിസ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അപ്പം ഒരാളുടെ ബുക്കിൽ ഫിനാൻഷ്യൽ അസറ്റും വേറൊരാളുടെ ബുക്കിൽ ഫിനാൻഷ്യൽ ലൈബിലിറ്റിയോ അല്ലെങ്കിൽ ഇക്വിറ്റിയോ ആകുന്ന ഐറ്റംസാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ് എന്നാണ് പഠിക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കോർ ഏരിയ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫിനാൻഷ്യൽ അസറ്റ്. നോക്കിയാലോ, വായിച്ചു നോക്കിയൊന്ന് വെറുതെ. വായിച്ചു നോക്കി. ഫിനാൻഷ്യൽ അസറ്റ് 1, 2, 3, 4 കാര്യങ്ങളാണ് എന്ത്? ഫിനാൻഷ്യൽ അസറ്റിനകത്ത് വരുന്നത്. 1, 2, 3, 4 കാര്യങ്ങൾ. അതിൽ 4ാമത്തെ കാര്യത്തിന് ഇന്ത്യയിൽ വലിയ പ്രസക്തിയില്ല. 4ാമത്തെ കാര്യത്തിന് ഇന്ത്യയിൽ വലിയ പ്രസക്തിയില്ല. സോ ഇൻ എഫക്റ്റ് നമുക്ക് 1, 2, 3 കാര്യങ്ങളാണെന്ത് മെയിനായിട്ട് ആവശ്യം വരിക. 1, 2, 3 കാര്യങ്ങളാണെന്ത് മെയിനായിട്ട് ആവശ്യം വരിക. ഫസ്റ്റ്, ക്യാഷ്. ഫിനാൻഷ്യൽ അസറ്റിന്റെ ഡെഫിനേഷനകത്ത് വരുന്ന ഒരു ആദ്യത്തെ ഐറ്റമാണ് ക്യാഷ്. ഇതെന്താണ്? ഇപ്പോൾ എൻ്റെ ഒരു 10,000 രൂപ ക്യാഷ് ഇരിപ്പുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചെന്താണ്? അസറ്റാണ്. ഇത് RBI സംബന്ധിച്ച് എന്തായിരിക്കും? ഒരു ലൈബിലിറ്റി ആയിരിക്കും. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടില്ലേ? അപ്പം RBI സംബന്ധിച്ച ഒരു ലൈബിലിറ്റി അല്ലേ? അവർ ഈ RBIയുടെ ഫിനാൻഷ്യൽസ് ആണല്ലോ, RBIക്കും ഫിനാൻഷ്യൽസ് ആണല്ലോ, അവരൊരു എൻറ്റിറ്റി തന്നെ ആണല്ലോ. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എൻ്റെ എമൗണ്ട്, എൻ്റെ ഇരിക്കുന്ന 100 രൂപ ആണെങ്കിൽ ആ 100 രൂപ അവരുടെ ബുക്കിൽ ലൈബിലിറ്റി ആയിട്ട് കാണണ്ടേ? എൻ്റെ ബുക്കിൽ 100 രൂപ അസറ്റ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ RBIയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് അത് ലൈബിലിറ്റി ആയിട്ട് കാണണ്ടേ? വേണ്ടേ? എൻ്റെ ബുക്കിൽ അസറ്റും അവരുടെ ബുക്കിൽ ലൈബിലിറ്റി അല്ലേ? അതായത് ഇതിനകത്ത് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് ഇതെന്നല്ല പറഞ്ഞേക്കുന്നത്, ഇതാണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നല്ല പറഞ്ഞേക്കുന്നത്, പകരം ഒരു റൂളാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നൊരു റൂളാണ് പറഞ്ഞേക്കുന്നത്, മനസ്സിലാക്കണം. ശരിയാണോ? അതായത് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയാൻ വേണ്ടി എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു ഇന്നിന്ന കാര്യം, ഇപ്പോൾ അസറ്റ് ആണെങ്കിൽ റിസോഴ്സ് ആയിരിക്കണം, അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. പകരം എന്താണ്? ഇന്നിന്ന കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അസറ്റ്, ഇന്നിന്ന കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ലൈബിലിറ്റി. ഇക്വിറ്റിയുടെ കേസ് എന്താണ്? കൃത്യമായിട്ട് എന്താണ്? ഒരു ക്രൈറ്റീരിയ ആണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു ക്രൈറ്റീരിയ അല്ല പറഞ്ഞേക്കുന്നത്, ഇവിടെ എന്താണ്? കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലോ? സോ ക്യാഷ് എക്സാമ്പിൾ ഇൻക്ലൂഡ്സ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് ആണെങ്കിലും എന്ത് ചെയ്യും? അത് നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റ് തന്നെയാണ്. കാരണം സെയിം പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ആവും. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ എന്ത് ചെയ്യും? അപ്ലൈ ആവും. ദെൻ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ഓഫ് അനദർ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു കമ്പനിയുടെ ഷെയർ മേടിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഷെയർസ്. നമ്മൾ വേറൊരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ മേടിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഇക്വിറ്റി ഷെയർ മേടിക്കുകയാണെങ്കിൽ എൻ്റെ ബുക്കിൽ അത് അസറ്റ്, നിങ്ങളുടെ ബുക്കിൽ ലൈബിലിറ്റി അല്ലേ? എൻ്റെ ബുക്കിൽ അത് ഫിനാൻഷ്യൽ അസറ്റ്, നിങ്ങളുടെ ബുക്കിൽ എന്തായിരിക്കും? അത് ഫിനാൻഷ്യൽ ലൈബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും. എൻ്റെ ബുക്കിൽ അത് ഫിനാൻഷ്യൽ അസറ്റും നിങ്ങളുടെ ബുക്കിൽ എന്താണ്? ഫിനാൻഷ്യൽ ലൈബിലിറ്റി അല്ലെ ഇക്വിറ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ ബുക്കിൽ ഫിനാൻഷ്യൽ അസറ്റ്, നിങ്ങളുടെ ബുക്കിൽ ഇക്വിറ്റി. മനസ്സിലോ? ദെൻ എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് റിസീവബിൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ റൈറ്റ് അല്ലേ? കോൺട്രാക്ച്വൽ റൈറ്റ് ആയിരിക്കണം. അത് മറന്നുപോയത്, കാരണം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ബേസിക് നേച്ചർ എന്നാൽ അതൊരു കോൺട്രാക്ട് ആയിരിക്കണം. ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ്
or another financial asset from another entity. It is a contractual right to receive cash or another financial asset from another entity. Example, trade and other receivables. Trade receivables ആണെങ്കിൽ other receivables. മനസ്സിലാവും. അല്ലെങ്കിൽ other financial asset from another entity. Then promissory note to receive government bond. Promissory note to receive government bond, deposit and advance given, investment in loans and advance. ഇതൊക്കെ എന്താണ്? Contractual right to receive cash or another financial asset അല്ലേ? Contractual right to, അതായത് promissory note to receive government bond എന്ന് പറയുന്നതാണ് contractual right to receive cash or another entity from or another financial asset from another entity അല്ലേ? മനസ്സിലായിക്കൂടെ? നോക്കിയേ, എഴുതിയോ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നതല്ലേ അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചേഴ്സ് പറഞ്ഞാൽ കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഇല്ലേ അല്ലേ? അത് എൻ്റെ ബുക്കിൽ എന്താണ്? അസറ്റ് ആണ്. നിങ്ങളുടെ ബുക്കിൽ എന്താണ്? ലയബിലിറ്റി ആണ്. എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ അസറ്റ് ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റി വിത്ത് അനദർ എൻറ്റിറ്റി അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി ഫേവറബിൾ ടു ദ എൻറ്റിറ്റി. എക്സാമ്പിൾ, കോൾ ഓപ്ഷൻ ഓർ പുട്ട് ഓപ്ഷൻ ഹോൾഡർ അല്ലേ? കോൾ ഓപ്ഷൻ ഓർ പുട്ട് ഓപ്ഷൻ ഹോൾഡർ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്? എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ അസറ്റ് ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റി വിത്ത് അനദർ എൻറ്റിറ്റി അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി ഫേവറബിൾ ടു ദ എൻറ്റിറ്റി. അതായത് കോൾ ഓപ്ഷൻ ഹോൾഡറോ പുട്ട് ഓപ്ഷൻ ഹോൾഡറോ അയാൾക്ക് ഫേവറബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിലും അത് എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കത്തില്ലല്ലോ. അവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് അയാളെ സംബന്ധിച്ച് എന്തായിരിക്കും? ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കും. മറ്റയാളെ സംബന്ധിച്ച് എന്തായിരിക്കും? ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിരിക്കും. മറ്റയാളെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? റൈറ്റർ ആണ്. മനസ്സിലാവും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നേതാണ് ക്യാഷ്, രണ്ടതാണ് കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഓർ അനദർ ഫിനാൻഷ്യൽ അസറ്റ് ഫ്രം അനദർ എൻറ്റിറ്റി. ഒന്ന് ക്യാഷ്, ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ഓഫ് അനദർ എൻറ്റിറ്റി, കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഓർ അനദർ ഫിനാൻഷ്യൽ അസറ്റ് ഫ്രം അനദർ എൻറ്റിറ്റി. ദെൻ അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ റൈറ്റ് ടു എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ അസറ്റ് ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റി വിത്ത് അനദർ എൻറ്റിറ്റി അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി ഫേവറബിൾ ടു ദ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ ഹോൾഡറോ പുട്ട് ഓപ്ഷൻ ഹോൾഡറോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹലോ. ദെൻ നാലാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. ഇത് എഴുതിയോ? കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. നാലാമത്തെ കേസ് ട്രഷറി ഷെയർസിനെ പറ്റിയാണ് പറയുന്നത്. ട്രഷറി ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ABC എന്നിരിക്കട്ടെ, നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ഓഫ് ABC എന്ന് പറഞ്ഞാൽ ABC പറഞ്ഞാൽ നമ്മുടെ കമ്പനി തന്നെ, അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണിക്കാൻ പാടില്ല. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൺ ഷെയർസ് കമ്പനീസ് ആക്ട് പ്രകാരം അലൗഡ് അല്ല. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് കോൺട്രാക്ട് ദാറ്റ് വിൽ ഓർ മേ ബി സെറ്റിൽ ഇൻ എൻറ്റിറ്റീസ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്, നമ്മുടെ ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് തന്നെ സെറ്റിൽ ചെയ്യാനുള്ള കേസാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പഠിച്ചു വെച്ചേക്കാം, നമുക്ക് വലിയ ആപ്ലിക്കബിലിറ്റി വരുന്ന കേസല്ല അത്. ദെൻ അത് രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്നതാണ് നോൺ ഡെറിവേറ്റീവ്, രണ്ടെന്നാണ് ഡെറിവേറ്റീവ്. അപ്പം എന്താണെങ്കിലും അതായത് കോൺട്രാക്ട് ഉണ്ട്, ഒരു കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് എന്ത് ചെയ്യും? ഒരു കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് എന്താണ്? നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്. ആ അസറ്റാനുള്ള കാര്യം എന്താണ്? നമ്മുടെ ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ആണെന്ത് നമുക്ക് തിരിച്ചു തരുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഇഷ്യൂ ചെയ്ത മാർക്കറ്റ്, ഇപ്പം ഞാനിപ്പോൾ റിലയൻസ് ആണെങ്കിൽ റിലയൻസിന്റെ ഷെയർ മാർക്കറ്റിൽ കിടന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആർക്ക് വേണമെങ്കിലും മേടിക്കാമല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിലും മേടിക്കാമല്ലോ. നിങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച അസറ്റ് അല്ലേ, ആ അസറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എനിക്ക് ട്രാൻസ്ഫർ തരാമല്ലോ. ഞാൻ റിലയൻസിന് ആയതുകൊണ്ടല്ലേ ഇവിടുത്തെ പ്രശ്നം, എൻ്റെ തന്നെ ഷെയർ ആയതുകൊണ്ടല്ലേ. എൻ്റെ തന്നെ ഷെയർ എനിക്ക് തന്നെ തിരിച്ചു തരാം. ലോജിക്കലി പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആക്ട് പ്രകാരം എന്ത് ചെയ്തില്ല? പറ്റത്തില്ല. ലോജിക്കലി നടക്കുന്ന കാര്യം തന്നെയാണ്, ആക്ട് പ്രകാരമാണെന്ന് നടക്കാത്തത്. സോ
കോൺട്രാക്ട് ദാറ്റ് വിൽ ഓർ മേ ബി സെറ്റിൽ ഇൻ എൻറ്റിറ്റീസ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. അത് രണ്ട് രീതി വരാം. ഒന്ന് നോൺ ഡെറിവേറ്റീവ്, രണ്ട് ഡെറിവേറ്റീവ്. ഈ നോൺ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞാൻ പറയാണ് 1 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരണം, നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരണം എന്നാണ് പറയുന്നത്. 1 ലക്ഷം രൂപ തരേണ്ട എങ്ങനെയാണ്? നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരണം. 1 ലക്ഷം രൂപ തരേണ്ട എങ്ങനെയാണ്? എൻ്റെ ഷെയർ തന്നെയാണ്. അപ്പം തരേണ്ട തീയതി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 15 അപ്പം ഏപ്രിൽ 15 പ്രൈസ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടല്ലേ നമുക്ക് എത്ര നമ്പർ ഓഫ് ഷെയർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ എത്ര നമ്പർ ഓഫ് ഷെയർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം ഏപ്രിൽ 15 നിങ്ങൾ ആ ഷെയർ മേടിക്കണ്ടേ. ഏപ്രിൽ 15 20 ഷെയർ എങ്കിൽ 1 lakh ഡിവൈഡ് ബൈ 20 അല്ലേ നമ്പർ ഓഫ് ഷെയർസ്. ഇനി അല്ല, അന്നത്തെ പ്രൈസ് 30 ആണെങ്കിൽ 1 lakh ഡിവൈഡ് ബൈ 30 അല്ലേ അന്നത്തെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ റിസീവ് വേരിയബിൾ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് അല്ലേ. നോൺ ഡെറിവേറ്റീവ് ആണെങ്കിൽ റിസീവ് വേരിയബിൾ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് അല്ലേ. ഇനി ഡെറിവേറ്റീവ് ആണെങ്കിൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടാവുക എനിക്ക് 10,000 ഷെയർ വേണമെന്നായിരിക്കും പറയുന്നുണ്ടാവുക. വാല്യൂ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കത്തില്ല, നമ്പർ ആയിരിക്കും പറയുന്നുണ്ടാവുക. സോ ഇവിടെ എന്താണ് വാല്യൂ ആയിരിക്കും പറയുന്നുണ്ടാവും, ഇവിടെ എന്തായിരിക്കും നമ്പർ ആയിരിക്കും പറയുന്നുണ്ടാവും. അങ്ങനെ നമ്പറാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും നമ്പർ ഓഫ് ഷെയർസ് ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷേ വാല്യൂ എന്തായിരിക്കും വേരിയബിൾ ആയിരിക്കത്തില്ലേ. കാരണം അതേ ഇൻറ്റു അന്നത്തെ പ്രൈസ് ഏതാണോ അതല്ലേ മൊത്തം വാല്യൂ എന്ന് പറയുന്നത്. സോ റിസീവ് ഫിക്സ്ഡ് നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് അല്ലേ. നോൺ ഡെറിവേറ്റീവും ഡെറിവേറ്റീവ് മനസ്സിലാകും. ഇത്രയുള്ളൂ. അതായത് വാല്യൂ ആണ് 1 ലക്ഷം രൂപയാണ് തരാമെന്ന് പറയുന്നതിന് എന്താണ് 1 ലക്ഷം രൂപ തരുമ്പോൾ എങ്ങനെ തരണ്ടേ? ഷെയർ ആണ് തരണ്ടേ. അപ്പോൾ അന്നത്തെ ഷെയർ എത്രയാണ് പ്രൈസ് അത് വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെയും വേരിയബിൾ ആയിരിക്കും അല്ലേ. അല്ല പറയാണ് 10,000 ഷെയർ തരണം എന്ന് പറയണം. 10,000 ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻറ്റു എത്രയാണ് പ്രൈസ് എങ്കിലും എന്ത് ചെയ്യണം, എനിക്ക് 10,000 ഷെയർ കിട്ടിയിരിക്കണം. അപ്പോൾ അന്നത്തെ പ്രൈസ് ഏതാണോ അതായിരിക്കും തരേണ്ടത്. അപ്പം നമ്പർ ഓഫ് ഷെയർസ് ഫിക്സ്ഡ് അല്ലേ. ഇത് നമ്മൾ ഓൺ ഷെയർസ് ആണ് മേടിക്കുന്നതെങ്കിൽ അത് ട്രഷറി ഷെയർസ് ആണ്. അത് ശരിക്കും US-ലൊക്കെയാണ് ജനറലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ആപ്ലിക്കബിൾ അല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ ജസ്റ്റ് എന്ത് ചെയ്യുക നോക്കി വെച്ചേക്കുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരാൻ സാധ്യത കുറവാണ്. മനസ്സിലാക്കാമല്ലോ. സോ ഫസ്റ്റ് 3 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് 3 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് 3 പോയിന്റ് ഏതൊക്കെ പറയുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ക്യാഷ്, രണ്ടെന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ഓഫ് അനദർ എൻറ്റിറ്റി, മൂന്നെന്ന് പറഞ്ഞാൽ എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഓർ അനദർ ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് അനദർ എൻറ്റിറ്റി. 3 കോൺട്രാക്ച്വൽ റൈറ്റ്. ഇതിനകത്ത് കോൺട്രാക്ച്വൽ റൈറ്റിന്റെ പ്രസക്തി മറന്നു പോലെ കോൺട്രാക്ച്വൽ റൈറ്റ് ആയിരിക്കണം, അല്ലാതെ വേറെ ഏത് റൈറ്റ്. ഇപ്പൊ ലീഗൽ റൈറ്റ് ആണെങ്കിൽ പോലും എന്താകത്തില്ല, ലീഗൽ റൈറ്റ് ആണെങ്കിൽ പോലും എന്താകത്തില്ല ഫിനാൻഷ്യൽ അസറ്റ് ആകത്തില്ല. അത് എന്ത് തന്നെ ആയിരിക്കണം? കോൺട്രാക്ച്വൽ റൈറ്റ് തന്നെ ആയിരിക്കണം. എ കോൺട്രാക്ച്വൽ റൈറ്റ് ടു എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ അസറ്റ് ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റി വിത്ത് അനദർ എൻറ്റിറ്റി അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി ഫേവറബിൾ ടു ദ എൻറ്റിറ്റി. that are potentially favorable to the entity. ഇതാണോ? മനസ്സിലാവും? ഓക്കെ ആണോ? ഫിനാൻഷ്യൽ ലയബിലിറ്റി. സോ ഫിനാൻഷ്യൽ ലയബിലിറ്റിക്കകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ഏതാണ്? നമുക്ക് ഏത് വരത്തില്ല? ക്യാഷ് വരത്തില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് അതർ എൻറ്റിറ്റി വരത്തില്ല. കാരണം എന്താണ്? ഇത് RBIയുടെ ബുക്സാണ് വരുന്നത്. ഇതെന്താണ്? ഇക്വിറ്റി ആയിട്ടാണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് കാണത്തില്ല. 3-നും 4-നും ആയിരിക്കും എന്ത് ചെയ്യുക കറസ്പോണ്ടിങ് ആണ്. അതിൽ ഈ മൂന്നാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 4-ഉം ഈ കേസിൽ ലയബിലിറ്റിയുടെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഈസ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ്. നമ്മൾ എന്താ പഠിച്ചത്? മൂന്നാമത്തെ എന്താ പഠിച്ചത്? കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് എന്നല്ല അവിടെ പഠിച്ചേക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ട്രേഡ് റിസീവബിൾ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത് കോൺട്രാക്ച്വൽ റൈറ്റ് ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കും? ഇത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ആയിരിക്കത്തില്ലേ. എന്നെ സംബന്ധിച്ച് ടു റിസീവ് ക്യാഷ് ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തായിരിക്കും? ടു ഡെലിവർ ക്യാഷ് ആയിരിക്കത്തില്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ റിവേഴ്സ് ഓർഡർ എടുത്താൽ പോരെ അല്ലേ. ടു എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ അസറ്റ് ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റി വിത്ത് അനദർ എൻറ്റിറ്റി അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി അൺഫേവറബിൾ ടു ദ എൻറ്റിറ്റി. അതാരാണ്? റൈറ്റർ ഓഫ് എ പുട്ട് ഓപ്ഷൻ ആൻഡ് കോൾ ഓപ്ഷൻ അല്ലേ. അതായത് നിങ്ങൾ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തേക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അൺഫേവറബിൾ ടേംസ് ഇത് കൊടുക്കേണ്ടി വരത്തില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ അൺഫേവറബിൾ ടേംസ് ചെയ്യേണ്ടി വരത്തില്ലേ.
to exchange financial asset or financial liability with another entity under conditions that are potentially unfavorable to the entity. ശരിയാണോ? നമ്മൾ അതുകൊണ്ടാണ് എന്ത് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞത്. കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. Then contract that will or may be settled in entities own equity instrument എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലയബിലിറ്റി ഉണ്ട്. ആ ലയബിലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ ലയബിലിറ്റി മെച്ചൂർ ആവുന്ന സമയത്ത് നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഷെയർ ആ സമയത്ത് കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നോൺ ഡെറിവേറ്റീവ് ഉണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. വേരിയബിൾ നമ്പർ ഓഫ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. അതിന്റെ എക്സാമ്പിൾ ആണെന്ത്, കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് വിച്ച് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഓൺ ഡേറ്റ് ഓഫ് കൺവേർഷൻ. അതായത് പേഴ്സണൽ ഡിബഞ്ചേഴ്സ്, അതായത് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്. ആ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോഴെന്താണ്, എത്ര ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഈ ലയബിലിറ്റി, പേഴ്സണൽ ഡിബഞ്ചേഴ്സ് എന്ന ലയബിലിറ്റി കിടക്കുന്നതെങ്കിൽ ഇവിടെ വാല്യൂ ആണെന്ത് ഫിക്സ്ഡ്. വാല്യൂ എന്താണ് ഫിക്സ്ഡ് ആണ്, നമ്പർ എന്താണ് വേരിയബിൾ ആണ്. വാല്യൂ ഫിക്സ്ഡ് ആണ്, നമ്പർ എന്താണ്, നമ്പർ ഓഫ് ഷെയർസ് എന്താണ് വേരിയബിൾ ആണ്. ദെൻ ESOP ആണെങ്കിലോ, ESOP എന്താ പറയുന്നത്, അവിടെ നമ്പർ ഓഫ് ഷെയർസ് ഫിക്സ്ഡ് ആണ്. അതായത് 1000 ഷെയർ തരാം, 500 ഷെയർ തരാം അല്ലേ. അതിൻ്റെ വാല്യൂ എത്രയാണോ, അത് എക്സൈസ് ചെയ്യുന്ന സമയത്തെ വാല്യൂ എത്രയാണോ അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കത്തില്ലേ, അതല്ലേ ഫിക്സ്ഡ് നമ്പർ ഓഫ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മൾ ഫിനാൻഷ്യൽ ലയബിലിറ്റിക്കകത്ത് കവർ ആവുന്നത്. സോ ഫിനാൻഷ്യൽ അസറ്റിനകത്ത് എത്ര കാര്യങ്ങളുണ്ട്, 4 കാര്യങ്ങൾ. ഫിനാൻഷ്യൽ ലയബിലിറ്റിക്കകത്തോ 2 കാര്യങ്ങൾ. മനസ്സിലാക്കാലോ. ഫിനാൻഷ്യൽ അസറ്റിനകത്ത് 4 കാര്യങ്ങളായിരിക്കുക. 1 ക്യാഷ്, 2 ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അതർ എൻറ്റിറ്റി, 3 കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഓർ അനദർ ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് അതർ എൻറ്റിറ്റി, then contractual right to exchange financial asset or liability with another entity under conditions that are potentially favorable to the entity. 4 contract that will be settled in the entity's own equity instrument. അത് നോൺ ഡെറിവേറ്റീവ് ആണ്, ഡെറിവേറ്റീവ് ആവും. അതെന്താണ്, നോൺ ഡെറിവേറ്റീവ് ആണെങ്കിൽ വേരിയബിൾ നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും, വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കും. ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് ഷെയർസ് ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷേ വാല്യൂ എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. തിരിച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റി വരികയാണെങ്കിൽ 2 കാര്യങ്ങൾ, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് ഓർ അനദർ ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് അനദർ എൻറ്റിറ്റി, ദെൻ contractual obligation to exchange financial asset or financial liability with another entity under conditions that are potentially unfavorable to the entity. Then second one ആണ് contract that will or may be settled in entity's own equity instrument. 2 വരാം, നോൺ ഡെറിവേറ്റീവ്, ഡെറിവേറ്റീവ്. നോൺ ഡെറിവേറ്റീവ് ആണെന്താണ്, വേരിയബിൾ നമ്പർ ഓഫ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. ഡെറിവേറ്റീവ് ആണെന്താണ്, ഫിക്സ്ഡ് നമ്പർ ഓഫ് ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. ഇതാണോ എഴുതിയെടുക്കാലോ, മനസ്സിലാക്കൂടെ. കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഒക്കെ അറിയാമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ക്ലിയറാണോ? പറ്റി ലാസ്റ്റ് വൺ ഡെഫിനിഷൻ ഓഫ് ദ ലാസ്റ്റ് വൺ, ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ്, ഇസ് എ കോൺട്രാക്ട് ദാറ്റ് എവിഡൻസസ് റെസിഡ്യൂവൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ഓഫ് കമ്പനി ആഫ്റ്റർ ഡിഡക്ടിങ് ഓൾ ഇറ്റ്സ് ലയബിലിറ്റി. അതായത് മൊത്തം ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡ് ഉണ്ട്, ലയബിലിറ്റി സൈഡ് ഉണ്ട്. മനസ്സിലാവും. ഇതിനകത്ത് ബാക്കി വരുന്ന മതി എന്ന് പറയുന്ന ആൾക്കാരാണെന്ത്, ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ബേസിക് പ്രിൻസിപ്പിൾ ഓർത്ത് വെച്ചേക്കണം. ബാക്കി എന്തെങ്കിലും ഉണ്ടേ തന്നാ മതി എന്നാണ് കോൺട്രാക്റ്റിന്റെ ടേംസ് എങ്കിൽ അത് ഇക്വിറ്റിയാണ്. എന്താണ്, ഈ രീതിയിലാണ് കോൺട്രാക്റ്റിന്റെ ടേംസ് എങ്കിൽ അത് ഇക്വിറ്റിയാണ്. തരണം, ഇത്ര എമൗണ്ട് തരണം എന്ന് എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ അത് ലയബിലിറ്റിയാണ്. ഇത്രയേ ഉള്ളൂ ബേസിക് പ്രിൻസിപ്പിൾ. ഇക്വിറ്റി ലയബിലിറ്റി തമ്മിൽ ക്ലാസിഫൈ ചെയ്ത് അറിയാനുള്ള ഒരേ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഇത് മാത്രമാണ്. അതായത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ മതി, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ മതി എന്ന് പറയുകയാണെങ്കിൽ അതാണെന്ത്, ഇക്വിറ്റി. തരണം, തരണം എന്നാണ് കോൺട്രാക്റ്റിന്റെ ടേംസ് എങ്കിൽ അതാണെന്ത്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അത് ഇക്വിറ്റിയാണ്. തരണം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അത് ലയബിലിറ്റിയാണ്. ഇത് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുക, പല സ്ഥലങ്ങളും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. റെസിഡ്യൂവൽ ഇൻട്രസ്റ്റ്, അതാണ് ഈ റെസിഡ്യൂവൽ എന്ന വേർഡിന്റെ മീനിങ് വരുന്ന എവിടെയാണ്, ഇമ്പോർട്ടൻസ് വരുന്ന എവിടെയാണ്.
ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നാണ് നമ്മുടെ കോൺട്രാക്ടിന്റെ ടേംസ് എങ്കിൽ അത് നമ്മൾ കോൺട്രാക്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ ഇത് രണ്ടും കണ്ടെന്നിരിക്കാം. ഒരു പോർഷൻ എന്ത് ചെയ്യണം, ബാക്കി എന്തെങ്കിലും തന്നാൽ മതി എന്നായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും ഒരു പോർഷൻ തരണമെന്നായിരിക്കും. ആ കേസ് എന്തായിരിക്കും, ഇവിടെ കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ് ആണ്, അവിടെ ഇക്വിറ്റിയുടെ പോർഷൻ ഉണ്ട്, ലയബിലിറ്റിയുടെ പോർഷൻ ഉണ്ട്. ഇനി കോൺട്രാക്ടിന്റെ ടേംസിന് മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കാണിക്കുന്നത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നാണ്. ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, പക്ഷേ ടേംസ് പ്രകാരം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നാണ്. അങ്ങനെയെങ്കിൽ അത് ലയബിലിറ്റി അല്ലല്ലോ, ഇക്വിറ്റി അല്ലേ, റെസിഡ്യൂവൽ ഇൻട്രസ്റ്റ് അല്ലേ. നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്ന ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ആണ്, പക്ഷെ തരണം, നിങ്ങൾ ഇന്ന സമയമാകുമ്പോൾ ഇന്ന എമൗണ്ട് തരണം എന്നൊരു ടേം വരുവാണെങ്കിൽ എന്താണ്, അത് ഓട്ടോമാറ്റിക്കലി ലയബിലിറ്റി ആയിട്ട് മാറും. അപ്പം പേര് നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് അസറ്റ് ലയബിലിറ്റി ആണോ ഇക്വിറ്റി ആണോ എന്ന്, പകരം സബ്സ്റ്റൻസ് നോക്കിയിട്ടാണ്, ലീഗൽ ഫോം നോക്കിയിട്ടല്ല സബ്സ്റ്റൻസ് നോക്കിയിട്ടാണ് എന്ത് തീരുമാനിക്കേണ്ടത്, ലയബിലിറ്റി ആണോ ഇക്വിറ്റി ആണോ ഉള്ള കാര്യം. ക്ലിയർ ആണോ, മനസ്സിലാവും? ഓക്കെ ആണോ? Then examples of financial asset and financial liabilities. Examples of financial asset and liabilities. എന്താണ്, ക്യാഷ് ഓർ ബാങ്ക് ഞാൻ പറഞ്ഞു, അത് ആർബിയുടെ ബുക്കിലായിരിക്കും. നമ്മൾ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ അസറ്റ് ആണ്, എടുക്കുന്ന ആളെ സംബന്ധിച്ചാണ് ലയബിലിറ്റി ആണ്. ട്രേഡ് റിസീവബിൾ ലയബിലിറ്റി ആണ്, മറ്റുള്ള സംബന്ധിച്ച് എന്താണ് ട്രേഡ് പേയബിൾ എന്ന ലയബിലിറ്റി ആണ്. ബിൽ റിസീവബിൾ, ബിൽസ് പേയബിൾ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി എന്താണ്, നമ്മളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ അസറ്റ് ആണ്, മറ്റേ സംബന്ധിച്ച് എന്താണ് ഇക്വിറ്റി ആണ് അല്ലേ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് എന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിബഞ്ചേഴ്സ് നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്. കാരണം എന്താണ്, കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഓർ അതർ ഫിനാൻഷ്യൽ അസറ്റ് അല്ലേ. ഇതെല്ലാം അസറ്റ് ആകാൻ കാര്യം എന്താ, ക്യാഷ് അസറ്റ് ആകാൻ കാര്യം എന്താ, ക്യാഷ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലോൺ കൊടുക്കുന്ന എന്താണ്, കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് അല്ലേ. ഇവിടെ എന്താണ്, കോൺട്രാക്ച്വൽ റൈറ്റ് ടു ഡെലിവർ ക്യാഷ് അല്ലേ, അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ അസറ്റ് അല്ലേ. ട്രേഡ് റിസീവ് എന്താ, കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് അല്ലേ. ഇത് തന്നെ അല്ലേ ഇവിടെ അല്ലേ. ഇവിടെ എന്താണ്, കോൺട്രാക്ച്വൽ റൈറ്റ് ടു ഡെലിവർ ക്യാഷ് അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് അതർ എൻറ്റിറ്റി എന്നാണ് അസറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ടല്ലോ. ദെൻ ഇക്വിറ്റി ഇഷ്യൂഡ് എന്നാണ് റെസിഡ്യൂവൽ ഇൻട്രസ്റ്റ് ഇൻ അസറ്റ് ഓഫ് ദ കമ്പനി അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചേഴ്സ്, കോൺട്രാക്ച്വൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് അല്ലേ, ഓർ അതർ ഫിനാൻഷ്യൽ അസറ്റ് അല്ലേ. ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി അല്ലേ, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് അല്ലേ. കൺവേർട്ടബിൾ ടു ബോർഡ് ഡിബഞ്ചേഴ്സ്, കൺവേർട്ടബിൾ ബോർഡ് ഇൻവെസ്റ്റ്മെന്റ് ഇഷ്യൂസ്. ദെൻ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഗിവൺ സെക്യൂരിറ്റി, അത് ഇതെല്ലാം എന്താണ്, ഇത് ലയബിലിറ്റിയും ഇതെന്താണ്, സോറി ഇത് അസറ്റും ഇതെന്താണ്, ഇത് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഈ നാലെണ്ണം എന്നാണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ആണ്. എന്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് താഴെ കൊടുത്തേക്കും ലൈക്കൂടെ. ദെൻ ഇക്വിറ്റി, ഡെറ്റ്, കറൻസി ഡെറിവേറ്റീവ്സ്, പ്രോഫിറ്റബിൾ ഫോർവേഡ്സ് ഓർ ഫ്യൂച്ചർ, കാരണം ഫേവറബിൾ ആയിരിക്കണമല്ലോ അല്ലേ. അതായത് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ ഹോൾഡേഴ്സ്. ഇതേസമയം മറ്റവർക്ക് എന്തായിരിക്കും, ഇക്വിറ്റി, ഡെറ്റ്, കറൻസി ഡെറിവേറ്റീവ്സ് ലോസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആയിരിക്കണ്ടേ. കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് അല്ലേ. കോൺട്രാക്ട് ടു ബി സെറ്റിൽഡ് ഇൻ ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് എന്താണ്, ഫിനാൻഷ്യൽ അസറ്റ് അല്ലേ. വേരിയബിൾ ആയിട്ട് റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്താ പറയുക ഫിക്സ്ഡ് ആയിട്ട് റിസീവ് ചെയ്യുന്ന ഡെറിവേറ്റീവ് വരാം, നോൺ ഡെറിവേറ്റീവ് വരാം. കോൺട്രാക്ട് ടു ബി സെറ്റിൽ ഇൻ ഓൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, വേരിയബിൾ ആയിട്ട് ഡെലിവറി ചെയ്യാൻ സംഭവിക്കുന്നു അല്ലേ. അതേ കേസിലാണ് വേരിയബിൾ ആയിട്ട് ഡെലിവറി ചെയ്യുന്ന കേസിലാണ്. നോൺ ഡെറിവേറ്റീവിന്റെ കേസിലാണ്. ഇത് രണ്ടും എന്താണ്, നോൺ ഡെറിവേറ്റീവിന്റെ കേസാണ് ഇത് വരുന്നത് അല്ലേ. ചെയ്തെടുക്കാലോ. സോ ഇത് മനസ്സിലാവല്ലോ, എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നും എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്നും എന്താണ് ഇക്വിറ്റി എന്ന് മനസ്സിലാവല്ലോ. ഈ എക്സാം എന്ത് ചെയ്യുക, ഓരോ കേസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുക, ഓരോ കേസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ലൈനിൽ കൊടുത്തേക്കുന്ന എല്ലാം ഫിനാൻഷ്യൽ അസറ്റുകളാണ്, മുകളിൽ കൊടുത്തേക്കുന്നത് എന്താണ്, ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇക്വിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ലയബിലിറ്റി, ഇക്വിറ്റി, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഇസ് എ കോൺട്രാക്ട് ദാറ്റ് gives rise to financial asset of one entity and financial liability or equity of another entity. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആയിരിക്കണം, അത് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത വീഡിയോയ്ക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.